ഹലോ ഗൈസ്, എല്ലാവർക്കും വോയിസ് ഓഡിബിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. കേൾക്കാം വോയിസ് സാർ. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാറ്, ഓക്കെ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ, ബ്രോസ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നേ. ആ, അപ്പൊ നമ്മള് ആദ്യമേ അതിനകത്ത് പറയുന്ന മന്ത്ലി ചാർട്ടിന്റെ ഹൈ നമ്മളവിടെ മാർക്ക് ചെയ്യണമെന്നല്ലേ പറയുന്നത്? അതായത് ആ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണോ? ആ, അത് തന്നെ അത് തന്നെ. ഓക്കെ. അതില് നമ്മൾ ഇനിയും ഇപ്പം ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ അതിൽ മനസ്സിലാവില്ല. ലൈക്ക് അതിൽ കീ ലെവൽസ് പറയുന്നുണ്ട്, മന്ത്ലി ചാർട്ട്, അങ്ങനെ കുറെ അതന്നെ അതിന് ഞാൻ ഹയർ ടൈം ചോദിക്കാൻ ഫ്രെയിം വേണ്ടി അനാലിസും ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ബേസിക്സിന്റെ ഈ ഒരു ഭാഗം മാത്രമല്ലേ എത്തിയുള്ളൂ. ഇനി ഉം. പയ്യെ പയ്യെ ബാക്കിയുള്ള സെഷൻസ്, അതായത് ലിക്വിഡിറ്റി അല്ല, ടൈപ്സ്. ഞാൻ ട്രേഡ് നോക്കുന്നുണ്ട് ഞാൻ. ആ, ഓക്കെ. ഹയർ ടൈം ഫ്രെയിം അങ്ങനെയൊക്കെ വരുമ്പോഴേ ആ ഒരു ഫുൾ ആയിട്ട് അല്ല, നമുക്ക് ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. ഞാനപ്പോ ആക്ച്വലി ഓക്കെ. ഇപ്പൊ അത് പറഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാല് ആ ബിഗിനർ ആയി ക്ലാസ് നിൽക്കുന്നവർക്ക് ആകെ തുടങ്ങുന്നതിന് മുമ്പ് കൺഫ്യൂസ്. ചോദിക്കുകയാണെങ്കിൽ ഡിസ്റ്റർബൻസ് അവിടെ ഒന്നും ഇരിക്കുകയാണെങ്കിൽ. ആ, ഓക്കെ ഓക്കെ. അതൊരു കൺഫ്യൂസ്ഡ് ആയി പോവില്ലേ? ലൈക്ക് ബാക്കിയുള്ളവർക്ക് കൂടി കൺഫ്യൂസ്ഡ് ആയി പോവില്ലേ? അതുകൊണ്ടാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സാറിന്റെ അടുത്ത് ചോദിക്കാമെന്ന് ആ, കരുതിയത്. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ആ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിന്റെ അകത്തൊന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ഞാനത് എടുത്ത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, ഒന്ന് ടാഗ് ചെയ്താണ്ട് ഒന്ന് മെൻഷൻ ചെയ്താണ്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വോയിസ് ഒക്കെ ഒന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, സോ നമ്മൾ ബേസിക്സിന്റെ ലാസ്റ്റ് സെഷനാണ് ഇന്ന് നമുക്കുള്ളത്. ഓക്കെ, ഇതുവരെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഈ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ അതോ ഓൾറെഡി റെക്കോർഡിങ്സോ അല്ലെങ്കിൽ ലൈവിലൊക്കെ ഇരുന്ന ആൾക്കാരാണോ അധികവും? റെക്കോർഡ്. ഓക്കെ ലൈവ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഫൈൻ. സോ നമുക്കിനി എന്ത് ചെയ്യാം? ബേസിക്സിന്റെ ഏറ്റവും ഫൈനൽ പാർട്ടിലേക്ക് നമുക്ക് വരാം. ഓക്കെ, പിന്നെ അതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മളിതൊരു ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തരുന്നത്, അല്ലേ? അപ്പോൾ അതിനർത്ഥം ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ട് ഇതിന് വാല്യൂ ഇല്ല എന്നാരും കണക്കാക്കരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യരുത്. ഇതിന് അറ്റ്മോസ്റ്റ് നല്ല വാല്യൂ ഉണ്ട്. നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിച്ചാൽ മതി എത്രത്തോളം എമൗണ്ട് നിങ്ങൾ ഇതിന് ചെലവാക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ അതിനുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഓക്കെ, അതിന് ഇപ്പോൾ അല്ല, വരും സെഷനിലൊക്കെ നിങ്ങളോട് ഓരോ വർക്ക് ചെയ്യാൻ പറയും. അതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ ചോദിക്കാനും, അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിയെ അലൈവായിട്ട് നിലനിർത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, സോ നമ്മൾ ബേസിക്സിന്റെ ഫസ്റ്റ് രണ്ട് സെഷനിലും കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അതിലൊന്നും ഡൗട്ട്സോ അങ്ങനൊന്നും ഇല്ലല്ലോ? ടിപ്പ്, അതേപോലെ കാൽക്കുലേഷന്, റിസ്ക് മാനേജ്മെന്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്ക് ബേസിക്സിന്റെ കുറച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ, കുറച്ചും കൂടി തിയറി പാർട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഫുള്ള് നമ്മളെ അനാലിസിസ് പാർട്ടിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് വരാനുള്ളതെന്ന് വെച്ചാൽ ഓർഡർ ടൈപ്പുകളാണ്. ഓക്കെ, അതായത് സിംപ്ലി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്, മാർക്കറ്റ് ഓർഡേഴ്സ് ഉണ്ട്. എന്താണ് ഓർഡർ? അതായത് ഇപ്പൊ നമ്മളൊരു ഫോറക്സ് മാർക്കറ്റ്, അല്ലെങ്കിൽ വേണ്ട നമ്മൾ സാധാ ഒരു മാർക്കറ്റിലാവട്ടെ, അവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എന്റെ സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഒരു മാർക്കറ്റിൽ പോയാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, അല്ലെ? ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനം എന്ത് ചെയ്യാം? വിൽക്കാം, കൊടുക്കാം. അല്ലെ? അതെ, ബൈ ഓർ സെൽ. ഈ രണ്ട് സംഭവമാണ് ഒരു മാർക്കറ്റിൽ ചെന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതേപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിലും നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. നമ്മൾ മാർക്കറ്റിൽ ഒന്നുകിൽ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സാധനം എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഓർഡറുകൾ അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു ഫോറക്സ് മാർക്കറ്റിൽ ആസ് എ ട്രേഡർ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? ബ്രോക്കേഴ്സ് ആണ്. കാരണം ഡയറക്റ്റ് ആ ഒരു ഫോറക്സ് മാർക്കറ്റിലേക്കുള്ള ആക്സസ് നമുക്കില്ല. അപ്പോൾ ബ്രോക്കേഴ്സ് ത്രൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? ഈ വാങ്ങലും വിൽക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമ്മളൊരു ഫോറക്സ് മാർക്കറ്റിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അല്ലെങ്കിൽ ഒരു യൂറോ യൂസ്ഡിന്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു ബൈ അല്ലെങ്കിൽ സെല്ല് നമുക്കവിടെ നടത്താൻ പറ്റും. ആ രണ്ട് രീതിയാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഒന്ന് മാർക്കറ്റ് ഓർഡർ ആൻഡ് പെൻഡിങ് ഓർഡർ. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ ബ്രോക്കറിന്റെ അടുത്ത് ഒരു ഓർഡർ കൊടുക്കുകയാണ്, എനിക്ക് യൂറോ യൂഎസ്ഡി ഒരു ലോട്ട് വേണം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് വേണം എന്നുള്ള ഓർഡർ കൊടുക്കുമ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ മാർക്കറ്റ് ഓർഡർ ആയിട്ട് പ്ലേസ് ചെയ്യാം ആൻഡ് സെക്കൻഡ് വൺ പെൻഡിങ് ഓർഡർ ആയിട്ട് പ്ലേസ് ചെയ്യാം. ഈ ഒരു പേര് നിങ്ങൾക്ക് വായിക്കുന്നതിലോട് കൂടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഐഡിയ വരുന്നുണ്ടോ, ഓർമ്മ വരുന്നുണ്ടോ? ലൈക്ക് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ കറന്റ് മാർക്കറ്റിലുള്ള പ്രൈസ്. എക്സാക്ട്ലി. പെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ പെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത വിലയിൽ എത്തുമ്പോൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. എക്സാക്ട്ലി അത് തന്നെയാണ് മാർക്കറ്റ് ഓർഡർ ആൻഡ് പെൻഡിങ് ഓർഡറിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് എവിടെയാണോ ഉള്ളത് ആ പ്രൈസ് ലെവലിൽ നിന്ന് വാങ്ങിക്കാം. ഇപ്പോൾ മാർക്കറ്റ് എന്നുള്ള ലെവൽ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു കറൻസിയുടെ വാല്യൂ ഇതിപ്പോൾ ഇങ്ങനെ അല്ല ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പിപ്പ് വാല്യൂലൊക്കെ പറയുന്നത് 1.0002. ഓക്കെ, ഈ 1.0002 എന്നുള്ള പ്രൈസ് ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിന് അവിടെ നിന്ന് ബൈ ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിന്ന് സെല് ചെയ്യുക, ഇതിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുക, മാർക്കറ്റ് ഓർഡർ എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പോ പ്രൈസ് ഏത് ലെവലിലാണോ ഉള്ളത് ആ ലെവലിൽ നിന്ന് വാങ്ങുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുക, മാർക്കറ്റ് ഓർഡർ എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ഇനി പെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റ് മൂവ് ചെയ്തു, അപ്പോൾ നമ്മളിങ്ങനെ മാർക്കറ്റ് അനലൈസ് ചെയ്തു. മാർക്കറ്റ് അനലൈസ് ചെയ്തപ്പോൾ ഇത് യൂറോസിറ്റിയുടെ ചാർട്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം മാർക്കറ്റ് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു ഏരിയ, ഞാനിപ്പോൾ ഈ ഒരു ബോക്സ് വരച്ച ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോവാം. കാരണം അവിടെയുള്ള ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള കണ്ടീഷൻസ് ഒക്കെ അവിടെ മീറ്റ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വാങ്ങിക്കാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, പക്ഷെ മാർക്കറ്റ് ഇപ്പൊ എവിടെ എത്തിയിട്ടുള്ളൂ, ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചാൽ, ഇവിടുന്ന് നമ്മളൊരു മാർക്കറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആയിരിക്കും നമ്മൾ ബൈ ചെയ്യാം, അല്ലേ? പക്ഷെ നമ്മൾ കണ്ടെത്തിയ ഏരിയ എവിടെയാണ്, ഈ താഴെയുള്ള ഈ ഒരു ലെവലിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്കറ്റ് ഇവിടെ വരുന്ന വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യണം, അല്ലെ? ഇവിടെ എത്തിയോ നോക്കിയിട്ട് ഇവിടെ എത്തുമ്പോൾ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓൾറെഡി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഓർഡർ ഇവിടെ പെൻഡിങ് ആയിട്ട് ഓക്കെ, ഒരു ഓർഡർ നമുക്കിവിടെ പെൻഡിങ് ആയിട്ട് ഇട്ട് വെക്കാം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയ ടച്ച് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രൈസ് ലെവലിലാണോ ആ ഒരു ഓർഡർ ഇട്ട് വെച്ചത്, ആ ഒരു പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചത്, അവിടെ എത്തുമ്പോൾ അത് എക്സിക്യൂട്ട് ആവും. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. ക്ലിയർ? ചാറ്റ് ഒന്നുകൂടെ ബോക്സ്. മാർക്കറ്റ് ഓർഡേഴ്സും പെൻഡിങ് ഓർഡേഴ്സും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേരാ. ഓക്കെ, മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഓക്കെ, യൂറോ യൂഎസ്ഡി ഇങ്ങനെ മൂവ് ചെയ്യാണ് അല്ലെങ്കിൽ GBP USD മൂവ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ എത്തി പ്രൈസ്, ഇവിടെ എത്തിയപ്പോൾ പ്രൈസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.0298. ഇതാണ് ഇപ്പോഴത്തെ കറന്റ് പ്രൈസ് ലെവൽ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അനാലിസും കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് മനസ്സിലായി ഇവിടുന്ന് ഇനിയും മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് നമുക്ക് കാര്യം മനസ്സിലായപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ഈ പ്രൈസ് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ആ ലെവലിൽ നിന്ന് വാങ്ങിക്കുന്നതിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക, മാർക്കറ്റ് ഓർഡർ എന്ന് വിളിക്കുക. മാർക്കറ്റ് ഇപ്പോൾ അല്ലെങ്കിൽ യൂറോ USD അല്ലെങ്കിൽ GBP USD അതിപ്പോൾ എവിടെയാണോ, ഏത് പ്രൈസ് ലൈനിലാണോ ഉള്ളത് അല്ലെങ്കിൽ ഏത് പ്രൈസ് ലെവലിലാണോ ഉള്ളത് ആ ലെവലിൽ നിന്ന് അപ്പോൾ തന്നെ മേടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാർക്കറ്റ് ഓർഡർ എന്ന് വിളിക്കുക. ഓക്കെ, അതേസമയം പെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് നമ്മളൊരു ഏരിയ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു ഏരിയ കണ്ടെത്തിയിട്ടുണ്ട്, ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് വിൽക്കണം എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ ഏരിയ മുകളിലാണ്, പ്രൈസ് ഇപ്പോൾ ഇവിടെ താഴെയുള്ളത്. അപ്പൊ നമുക്ക് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി എന്ത്, പ്രൈസ് തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ട് താഴെ പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ഒരു ഏരിയയിലാണ്.
ഓക്കെ. ഓക്കെ. അപ്പോൾ പ്രൈസ് അവിടെ എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി ഒരു ഓർഡർ ഇവിടെ പെൻഡിങ് ഇട്ട് വെക്കാം. പെൻഡിങ് ആയിട്ട് ഒരു ഓർഡർ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. എന്ത് ഓർഡർ? ഇവിടെ എത്തുമ്പോൾ താഴേക്ക് സെല് ചെയ്യാനുള്ള ഓർഡർ നമുക്ക് ഇവിടെ ഇട്ട് വെക്കാം. അത്തരം ഓർഡറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെൻഡിങ് ഓർഡേഴ്സ്. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇപ്പൊ എവിടെയാണോ ഉള്ളത് അവിടുന്ന് വാങ്ങിക്കുന്നതിന്. പെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏരിയ കണ്ടെത്തിയിട്ടുണ്ടാവും. ആ ഏരിയയിലേക്ക് വരുമ്പോൾ ഇപ്പൊ മാർക്കറ്റ് അവിടെ അല്ല ഉള്ളത്, വേറെ എവിടെയാണുള്ളത്, അവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെൻഡിങ് ഓർഡർ യൂസ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കണു. ഇത് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് സെല്ലാണോ മൂവ് ബൈ ചെയ്തോട്ടെ. ആണോ? അത് നമുക്ക് നെക്സ്റ്റ് പറയാം. ഓക്കെ. ഓക്കെ. അപ്പോ മാർക്കറ്റ് ഓർഡർ നമ്മൾ പറഞ്ഞു. ഇപ്പൊ മാർക്കറ്റ് എവിടെയാണോ ഉള്ളത്, കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ അല്ലെങ്കിൽ സെല് ചെയ്യണേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർക്കറ്റ് ഓർഡർ എന്ന് വിളിക്കുക. ആൻഡ് ഈ മാർക്കറ്റ് ഓർഡർ തന്നെ രണ്ട് ഓർഡറുകൾ ഉണ്ടാവും, സ്വാഭാവികം. കാരണം എന്താ? നമുക്ക് രണ്ട് കാര്യങ്ങളെ മാർക്കറ്റിൽ ചെയ്യാനുള്ളൂ, ഒന്നെങ്കിൽ ബൈ അല്ലെങ്കിൽ സെൽ. അപ്പോ മാർക്കറ്റ് ഓർഡറും രണ്ട് ടൈപ്പ് ഓർഡറുകൾ ഉണ്ടാവും. ഒന്ന് ബൈ മാർക്കറ്റ് ഓർഡർ ആൻഡ് അനദർ വൺ സെൽ മാർക്കറ്റ് ഓർഡർ. ഓക്കെ, ബൈ മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ സെൽ മാർക്കറ്റ് ഓർഡർ. അതിന് തന്നെയാണ് ബൈ മാർക്കറ്റ് ഓർഡറിനെയാണ് നമ്മൾ ലോങ് ഓർഡർ എന്ന് വിളിക്കുക. സെൽ മാർക്കറ്റ് ഓർഡറിനെയാണ് നമ്മൾ ഷോർട്ട് ഓർഡർ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഈ ബൈ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ സാധാരണ നമ്മൾ ബൈ ചെയ്തു എന്നുള്ളതിന് പറയുന്നതിന് പകരം അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഞാൻ ലോങ് എടുത്തു എന്ന് പറയും. ഇതിനർത്ഥം എന്താ? ബൈ ചെയ്തു എന്നാണ്. ഓക്കെ. ഇനിയിപ്പോ ഒരാൾ സെല് ചെയ്തു എന്ന് പറയുന്നതിന് പകരം അധിക ട്രേഡേഴ്സും യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്? ഷോർട്ട് ചെയ്യാന്ന്. ഓക്കെ, ഷോർട്ട് ചെയ്യുക മീൻസ് അതിനർത്ഥം എന്തായിരിക്കും? സെല് ചെയ്തു എന്നായിരിക്കും അതിനർത്ഥം. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഒക്കെ ഞാൻ ലോങ് കയറി അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് ചെയ്തു, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ലോങ് കയറി എന്ന് പറഞ്ഞാൽ അതിനർത്ഥമാക്കുന്നത് ബൈ ആണെന്നും ഷോർട്ട് കയറി എന്ന് പറഞ്ഞാൽ സെല്ലാണ് എന്നും. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ? ക്ലിയർ ക്ലിയർ. അതെ. അപ്പം മാർക്കറ്റ് ഓർഡേഴ്സ് രണ്ട് ടൈപ്പ് ഓർഡേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ബൈ മാർക്കറ്റ് ഓർഡറും ഉണ്ട്, സെൽ മാർക്കറ്റ് ഓർഡറും ഉണ്ട്. ബൈ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? തെറ്റിക്കോട്ടെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞോ. നിലവിൽ ഓർഡറിന് അല്ല മാർക്കറ്റ് പ്രൈസ് ബൈ ചെയ്യുന്നു. അതായത് പ്രൈസ് ഇപ്പൊ എവിടെയാണോ ഉള്ളത് ആ ലെവലിന് വാങ്ങിക്കുന്ന ഓർഡർ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബൈ മാർക്കറ്റ് ഓർഡർ. ഇപ്പൊ നിലവിലുള്ള മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ലെവൽ ഇവിടെയാണ്, ഇവിടുന്ന് നമ്മൾ ഷോർട്ട് ആണ് ചെയ്യണത് അഥവാ സെല്ലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൈസിൽ നിന്നാണ് നമ്മൾ ഷോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു പെൻഡിങ് ആയിട്ട് ഓർഡർ ഇട്ട് വെക്കൊന്നുമല്ല. പ്രൈസ് ഇപ്പൊ എവിടെയാണോ ഉള്ളത് അവിടുന്ന് എന്ത് ചെയ്യാണ്? സെല് ചെയ്യാണ്. അപ്പോ അത് നമ്മൾ എന്ത് വിളിക്കും? സെൽ മാർക്കറ്റ് ഓർഡർ. ഇനിയിപ്പം നേരത്തെ ചോദിച്ചു എപ്പോഴാണ് ബൈ എപ്പോഴാണ് സെൽ, അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ എന്താണ്? നമ്മൾ എപ്പോഴാണ് ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു കറൻസി പെയർ ബൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് സെല് ചെയ്യേണ്ടത്? വില കൂടാൻ ചാൻസ് ഉള്ളപ്പോ ബൈ ചെയ്തിടുക, കുറയാൻ ചാൻസ് ഉള്ളപ്പോ സെല് ചെയ്തിടുക. അതെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു അനാലിസിസ് നമ്മൾ നടത്തണം, അല്ലേ? മാർക്കറ്റിന്റെ അനാലിസിസ് നമ്മൾ നടത്തണം, ചാർട്ട് അനാലിസിസ് നമ്മൾ നടത്തണം. അപ്പൊ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏരിയാസ് കിട്ടും. മാർക്കറ്റ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലേ? ഇപ്പൊ ബൈ ചെയ്താൽ നമ്മളിപ്പോ ഒരു $10 ബൈ ചെയ്തു. $10 ഇപ്പൊ പ്രൈസ് ലെവല്. അപ്പൊ അവിടെ എത്തുമ്പോൾ വീണ്ടും മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കി അവിടെ എത്തിയപ്പോൾ നമ്മളൊരു ബൈ മാർക്കറ്റ് ഓർഡർ എടുത്തു. അപ്പം മാർക്കറ്റ് എത്രത്തോളം മുകളിലേക്ക് പോകുന്നോ അത്രത്തോളം എനിക്കിവിടെ ലാഭമാണ്. ശരിയല്ലേ? അതെ. എത്രത്തോളം താഴെ പോകുന്നോ അത്രത്തോളം എനിക്ക് എന്തായിരിക്കും? ലോസ്. ലോസ് ആയിരിക്കും. ഇനി അതേസമയം മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയാണുള്ളത്. അപ്പൊ ഞാൻ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഇങ്ങനെ ഒരു പ്രൈസ് ലെവൽ ഉണ്ട്, അത് 100 ആണ്. ഓക്കെ, 100 ആണ്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ മാർക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഒക്കെ ഞാൻ എൻ്റെ SMCയോ അല്ലെങ്കിൽ വട്ടവർ ആ ഒരു അനാലിസിസ് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ മാർക്കറ്റ് കറന്റ് നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിലാണ് ഇപ്പൊ പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഷോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ലോങ് ചെയ്യണോ? എന്താ അവിടെ ചെയ്യേണ്ടേ? അവിടെ Short മാർക്കറ്റ് താഴേക്ക് വരുമെന്ന് താഴേക്കാകുമ്പോ ഒരു ഷോർട്ട് thinking ചെയ്യാം. ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഷോർട്ട് എടുക്കും.
ഷോർട്ട് എടുക്കും. നമ്മളെ അനാലിസിസ് എന്താണ്? താഴേക്കാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ അപ്പുറത്തോട്ട് ഷോർട്ട് എടുക്കും. അപ്പം ഷോർട്ട് എടുക്കുമ്പം പ്രൈസ് നമ്മൾ വാങ്ങിച്ച പ്രൈസ് ലൈനിൽ നിന്നും എത്രത്തോളം താഴേക്ക് പോകുന്നോ അത്രത്തോളം പ്രോഫിറ്റ് ആണ് അതെ. അല്ലേ? അതേസമയം ബൈ ചെയ്ത സമയത്ത് ഒരു പ്രൈസ് ലൈൻ ഉണ്ടാവും. ആ പ്രൈസ് ലൈനിൽ നിന്നും എത്രത്തോളം മുകളിലേക്ക് പോകുന്നോ അത്രത്തോളം നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? പ്രോഫിറ്റ്. പ്രോഫിറ്റാ ഓ, കിട്ടുന്നത്. അതേസമയം നമ്മൾ പ്രൈസ് താഴേക്ക് എത്രത്തോളം പോകുന്നോ അത്രത്തോളം ഇവിടെ എന്തായിരിക്കും? ഷോർട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇവിടുന്ന് ഷോർട്ട് ചെയ്തു. ഒരാൾ ഇവിടുന്ന് മാർക്കറ്റ് ഓർഡറിന് സെൽ മാർക്കറ്റ് ഓർഡർ കൊടുത്തു. ഇവിടുന്ന് ഇപ്പോൾ 1 ലോട്ടോ അല്ലെങ്കിൽ 0.01 ലോട്ടൊക്കെ ഷോർട്ട് ചെയ്തു. അപ്പോൾ എത്രത്തോളം താഴെ പോകുന്നു അത്രത്തോളം പ്രോഫിറ്റ്. അതേപോലെ തന്നെ എത്രത്തോളം മുകളിലേക്ക് പോകുന്നു അത്രത്തോളം അയാൾക്ക് എന്തും വരും? ലോസ്. ലോസ്. ലോസും വരും. ക്ലിയർ? ഓക്കെ, ക്ലിയർ ക്ലിയർ. ക്ലിയർ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ഓർഡറിന്റെ കേസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ആരും കൂടി ഉണ്ട്? പെൻഡിങ്. പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, പെൻഡിങ് ഓർഡർ ഓൾറെഡി നമ്മൾ പറഞ്ഞു. നമ്മൾ ഒരു ഏരിയ അനാലിസിലൂടെ കണ്ടെത്തും. ആ ഏരിയയിലേക്ക് എത്തുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യണം? നമ്മുടെ ഓർഡർ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ എക്സിക്യൂട്ട് ആവണം. ഓക്കെ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഓർഡേഴ്സ് ആണ് പെൻഡിങ് ഓർഡർ. അത് 4 ടൈപ്പ് ഉണ്ട്. ബൈ ലിമിറ്റ് ഉണ്ട്, സെൽ ലിമിറ്റ് ഉണ്ട്, ബൈ സ്റ്റോപ്പ് ഉണ്ട്, സെൽ സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ, പക്ഷെ ആക്ച്വലി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഓർഡറുകൾ എന്ന് പറഞ്ഞാൽ ബൈ ലിമിറ്റ് ആൻഡ് സെൽ ലിമിറ്റ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുള്ളൂ. സ്റ്റോപ്പ് ഓർഡറുകളൊക്കെ ആക്ച്വലി ഈ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയിലൊക്കെയാണ് ആൾക്കാർ അധികം യൂസ് ചെയ്യുക. നമുക്ക് അതിന്റെ ഒരു യൂസ് വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ പാടെ പറഞ്ഞിട്ട് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ബൈ ലിമിറ്റും സെൽ ലിമിറ്റും എന്താണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആക്ച്വലി അത് മതി നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോ ബൈ ലിമിറ്റ് ആൻഡ് സെൽ ലിമിറ്റ്. ബൈ ലിമിറ്റ് ആൻഡ് സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏരിയ കണ്ടെത്തി. ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനാണ് എന്നാണ് നമ്മളെ അനാലിസിസ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഓക്കെ മുൻകൂട്ടി അവര് നമ്മൾ ഓർഡർ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പൊ പ്രൈസ് നിൽക്കുന്ന ലെവല് ഇവിടെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇപ്പം പ്രൈസ് ഇവിടെ നിൽക്കുന്ന ലെവല് ഒരു $15. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ട്ടോ ഈ ഒരു സംഖ്യ എടുക്കണേ. ഇത് ഇങ്ങനെ $15 $10 എന്നൊന്നും ട്രേഡിംഗ് വ്യൂല് കാണിക്കൂല. അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടിരുന്നു അല്ലേ? ഇങ്ങനെയാണ് പ്രൈസ് ലെവൽ കാണിക്കുക അല്ലേ? പിപ്പ്. അതെ. അല്ല, ഈ രീതിയിലാണ് പ്രൈസ് കാണിക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഈ $15 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രൈസ് ഇപ്പം നിൽക്കുന്ന ലെവൽ $15 ആണ്. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ലെവൽ $5 ആണ്. ഓക്കെ, അത് ഇവിടെയാണ് $5 ഉള്ളത്. ഇപ്പൊ പ്രൈസ് ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ബ്രോക്കറിന്റെ വെബ്സൈറ്റ് കയറിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അവിടെ ഇത്ര ലോട്ട്, ഇപ്പൊ ഞാനൊരു 0.1 ലോട്ട്. ഈ 0.1 ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണ്? ഏ സ്റ്റാൻഡേർഡ് ലോട്ടാണോ, മിനി ആണോ, മൈക്രോ ആണോ? മിനി. മൈക്രോ. മൈക്രോ. 0.1 അല്ലേ? ആ 0.1 എന്ന് പറയുമ്പോൾ മിനിയിലോട്ട്. മിനി ലോട്ട്. അപ്പൊ 0.1 ലോട്ട് എന്ന് പറഞ്ഞാൽ മിനി ലോട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു റാൻഡം ആയിട്ട് എടുക്കണല്ല. ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യും? ആദ്യം സ്റ്റോപ്പ് ലോസ് നോക്കും. എന്നിട്ട് ആ സ്റ്റോപ്പ് ലോസ് നമ്മുടെ അക്കൗണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ റിസ്ക് ചെയ്യണമെന്ന് നോക്കിയിട്ട് പൊസിഷൻ സൈസിങ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ലോട്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ ഉണ്ടല്ലോ? ഓക്കെ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. എനിക്ക് 0.1 ലോട്ടാണ് ഇവിടെ കിട്ടിയത്. എന്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, എന്റെ ടാർഗറ്റ് പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ക്ലിയർ? ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ എത്തിയേക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ എവിടെയാ? മാർക്കറ്റ് എത്തിയേക്കുന്ന ലെവൽ ഇവിടെയാണ്. ഈ ഒരു ഗ്രീൻ ലൈനിലാണ് എത്തിയിട്ടുള്ളൂ. അവിടെ $15 ആണ് അവിടുത്തെ വാല്യൂ. പക്ഷെ $5 വരണം. ഓക്കെ, ഞാനിവിടെ ഒരു ബൈ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് ടച്ച് ചെയ്യുമ്പം, ഈ ഒരു പ്രൈസ് ലൈനിൽ എത്തുമ്പം എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഒന്നെങ്കിൽ TP അല്ലെങ്കിൽ SL ആ മാർക്കറ്റ് ആ ഒരു ഓർഡർ മൂവ് ചെയ്യും. ക്ലിയർ? ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ബൈ ചെയ്യുന്ന പ്രൈസ് കറന്റ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവല്ലേ? അതെ. അതെ.
ഇത് ആക്ച്വലി നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഞാൻ ഈ $15 ആണ് എന്ത് ഇപ്പൊ പ്രൈസ് നിൽക്കുന്ന ലെവല്. ഓക്കെ, ഇവിടെ പ്രൈസിന്റെ ലെവല് $20 ആണെന്ന് വിചാരിക്കുക. മനസ്സിലാവുണ്ടോ? പറയണേ, കൺഫ്യൂസ്ഡ് ആവുണ്ടോ? ഇല്ല ഇല്ല. ഇവിടെ പ്രൈസ് ഞാനിപ്പോ ഈ ബ്ലൂ ലൈന് വരച്ചു കൊടുത്ത് മാർക്കറ്റിന്റെ പ്രൈസ് ലെവൽ പറഞ്ഞാൽ $20 ആണെന്ന് വിചാരിക്കുക. അപ്പൊ മാർക്കറ്റ് ഉള്ളത് എവിടെയാ? $15. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ബ്രോക്കറിന്റെ ആപ്പിൽ പോയിട്ട് ഇവിടെ ഒരു ബൈ ലിമിറ്റ് ഓർഡർ ഇട്ടാൽ അത് എക്സിക്യൂട്ട് ആവൂല. ഇല്ല. കാരണം ആ, ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കറന്റ് മാർക്കറ്റ് പ്രൈസിനേക്കാളും, കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇപ്പൊ എത്ര? 15. അതിനേക്കാളും താഴ്ന്ന ഒരു പ്രൈസ് താഴെ ലെവലിൽ വരുന്ന. മാത്രമേ നമുക്ക് ഇടാൻ കഴിയുള്ളൂ. പണി ഓക്കെ, കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ? ഓക്കെ ഓക്കെ. അത് ഓക്കെ, അറിയില്ലായിരുന്നു. ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞപ്പോ പണി കിട്ടി, ആ ഓർഡർ അതെ. എക്സിക്യൂട്ട് ആയി. ഇവിടെ നമുക്ക് ആക്ച്വലി ഇടാൻ പറ്റും. ഇങ്ങനെ നമുക്കിപ്പോ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇടുന്ന ഓർഡറാണ് ആക്ച്വലി ബൈ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ കൂടുതൽ ആലോചിച്ച് ഇടങ്ങേറാവണ്ട. ലൈക്ക് നമുക്ക് ഇപ്പൊ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ബൈ ലിമിറ്റും സെൽ ലിമിറ്റും ലിമിറ്റ്. മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? അതെ. യെസ്. ഓക്കെ, അപ്പൊ ഇനി സെൽ ലിമിറ്റിലേക്ക് വരാം. സെൽ ലിമിറ്റ് ആകുമ്പോൾ ഇപ്പൊ എങ്ങനെയായിരിക്കും? ഞാനിപ്പോ ഒരു അനാലിസിസ് കാര്യങ്ങളൊക്കെ നടത്തി. ഓക്കെ, മാർക്കറ്റിൽ ഒരു ഏരിയ ഞാൻ കണ്ടെത്തി. ഓക്കെ, ആ ഏരിയയിലേക്ക്, ഇതാണ് ഞാൻ കണ്ടെത്തിയ ഏരിയ. ഇവിടെ പ്രൈസിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു $25 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പ്രൈസ് ഇപ്പോൾ ഉള്ളത് ഒരു $10 ലെവലിലാണ് ഇപ്പോൾ പ്രൈസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി പ്രൈസ് എന്ത് ചെയ്യണം? ഇവിടേക്ക് വന്നിട്ട് തിരിച്ച് ഇറങ്ങും. ഇതാണ് എൻ്റെ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്? എൻ്റെ ബ്രോക്കറിന്റെ ആപ്പിൽ പോയിട്ട് ബൈ ലിമിറ്റ് ആണോ ഇടുന്നത് അതോ സെൽ ലിമിറ്റോ? സെൽ ലിമിറ്റ്. സെൽ ലിമിറ്റ്. എന്തുകൊണ്ട്? മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് താഴെ പോവും താഴേക്ക് എന്നാണ് പോകാം. എൻ്റെ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെല്ലാണ് ചെയ്യേണ്ടത്. ഓക്കെ, മാർക്കറ്റ് ഒരു ഏരിയയിലെത്തി മുകളിലേക്കാണ് പോവുക എന്നതാണ് എൻ്റെ അനാലിസിസ് എങ്കിൽ ഞാൻ അവിടെ ബൈ ചെയ്യും. അല്ല, ഇനിയിപ്പോൾ താഴേക്കാണ് മൂവ് ചെയ്യാൻ സാധ്യത എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സെല് ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് എൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ എന്ത് പ്ലേസ് ചെയ്യുന്നു? ഒരു സെൽ ലിമിറ്റ് ഓർഡർ ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ എത്ര ലോട്ടാണോ നമ്മളിവിടെ എടുക്കുന്നത്, ആ ലോട്ട് ഇവിടെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഏതർ SL ഓർ TPയിലേക്ക് അത് മൂവ് ചെയ്യും. ക്ലിയർ? Yeah. ഓക്കെ, ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കാര്യം അപ്ലിക്കബിൾ ആണ്. അതായത് ഒരു സെൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ആവണം എന്നുണ്ടെങ്കിൽ ഇതാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഇപ്പൊ പ്രൈസ് ഉള്ള ലെവൽ എന്താണ്? ഇതാണ്. ഓക്കെ, $10 ആണ്. അതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂല് മാത്രമേ എന്ത് പ്ലേസ് ആവുള്ളൂ? സെൽ ലിമിറ്റ്. സെൽ ലിമിറ്റ് പ്ലേസ് ആവുള്ളൂ. ഇപ്പൊ $10 ആണെന്നുണ്ടെങ്കിൽ 10ന് മുകളിലേക്കുള്ള ഏത് റേറ്റിലും സെൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ആവും. ബൈ ലിമിറ്റ് എന്തായിരുന്നു ഞാൻ പറഞ്ഞേ? $10 ആണ് ഇപ്പൊ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ 10ന് താഴേക്കുള്ള പ്രൈസ് താഴെ ലെവലിൽ വരുമ്പോ മാത്രമേ മുകളിലെ മാസം. ബൈ എക്സിക്യൂട്ട് ആവുള്ളൂ. ലിമിറ്റ് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഇനി നമുക്ക് ഇത് രണ്ടും ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇന്റർഫേസ് നോക്കാം. ഈ ഒരു ഇന്റർഫേസ് ഇത് ആക്ച്വലി MT5 എന്നുള്ള വെബ് ടെർമിനൽ ഉണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും നമ്മൾ ഓർഡേഴ്സ് ഒക്കെ എക്സിക്യൂട്ട് ആവുക. ഈ MT5 എന്ന് പറഞ്ഞാൽ ഒരു ബ്രോക്കർ അല്ല, പക്ഷെ നമുക്ക് ഈ ഓർഡേഴ്സ് ഒക്കെ അതേപോലെ മാർക്കറ്റിൽ ബൈയും സെല്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു അൽപാരി എന്നുള്ള ഒരു ബ്രോക്കർ എടുത്തു. ഓക്കെ, ഈ അൽപാരി എന്നുള്ള ബ്രോക്കർ നമുക്ക് അവർ ഒരു വേണമെന്നുണ്ടെങ്കിൽ ആ അൽപാരിയുടെ ബ്രൗസറിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ആപ്പിൽ കയറിയിട്ട് നമുക്ക് ബൈ സെല്ല് എന്നൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതേസമയം നിങ്ങളുടെ അടുത്ത് ഒരു അൽപാരിന്റെ ബ്രോക്കർ ഉണ്ട്, അതേപോലെ വേറൊരു കമ്പനി ഇപ്പൊ HFMO അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബ്രോക്കർ ഉണ്ട്. ഇങ്ങനെ രണ്ട് കമ്പനിയുടെ ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് ബ്രോക്കേഴ്സിലും നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. രണ്ടിലും ട്രേഡ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരേ സമയം നിങ്ങൾക്ക് ഒരു ട്രേഡിൽ കയറണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതെടുക്കണം പിന്നെ അതെടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? ഓക്കെ, അതേസമയം ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെർമിനലാണ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ത്? MT5. ഇതിൽ നമുക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം.
അപ്പൊ അൽപാരിയിൽ കയറിയിട്ട് എച്ച് എഫ് എമ്മിന്റെ ട്രേഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പം അൽപാരിയിലും എച്ച് എഫ് എമ്മിലും ഒരേ ടൈമിൽ നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? MT5 ഈ അൽപാരിയുടെയും എച്ച് എഫ് എമ്മിന്റെ ഒക്കെ യൂസർ ID പാസ്വേഡ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുക, ഇവിടെ ആ അക്കൗണ്ട് ഒക്കെ ആഡ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ MT5 എന്നുള്ള ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ എക്സിക്യൂട്ട് ആവാം. മനസ്സിലായോ? യെസ്. അപ്പോ അതെ. നമ്മളൊക്കെ ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? MT5 ട്രേഡ് എടുക്കുക. അതായിരിക്കും നമുക്ക് കൂടുതൽ സുഖം. ട്രേഡ് എടുക്കാൻ കൂടുതൽ എളുപ്പവും ഈ MT5 ത്രൂ ആയിരിക്കും. ഓക്കെ, അതായത് MT5 അതായത് അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ കണക്ട് ചെയ്ത് ഒറ്റ ഒന്നിൽ ട്രേഡ്. കൂടുതലൊന്നും മാത്രമല്ല ബ്രോ. ഇപ്പൊ നമുക്ക് ഈ ഒരു MT5 ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ അതിൽ വേറെ മാനിപ്പുലേഷൻസോ കാര്യങ്ങളോ ഒന്നും വരുത്താൻ കഴിയില്ല. ലൈക്ക് ഇത് ഒരു കൺട്രോൾഡ് സാധനമാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞപ്പോൾ ബ്രോക്കർ ഓട്ടോമാറ്റിക് ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാണ്, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇവിടെ വരൂല. ബ്രോക്കറിന്റെ ആപ്പിലാവുമ്പം ചിലപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞാൽ MT5 ചെയ്യുന്ന ഇതിലാവുമ്പം ഫുൾ ഡാറ്റ നമുക്ക് കിട്ടും. മനസ്സിലായോ? യെസ്. ഓക്കെ, ഇതാണ് അതിന്റെ ലോഗോ വരിക. അപ്പൊ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ MT5 എന്നുള്ള ഇങ്ങനെ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ഓക്കെ, MT5 ഡൗൺലോഡ് എടുത്താൽ ഡൗൺലോഡ് ദ മെറ്റാ ട്രേഡർ പ്ലാറ്റ്ഫോം ഫോർ ഫ്രീ എന്നുണ്ടാവും. നിങ്ങൾ ആൻഡ്രോയിഡ് ഇതിലാന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഈ ഒരു MT5 ഒന്ന് എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഡർ കൊടുക്കുന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള ഇന്റർഫേസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, EURUSD ഇവിടെ കണ്ടോ? ഇവിടെ EURUSD എന്നുണ്ട്, ഇവിടെയും EURUSD എന്നുണ്ട്. ഇവിടെ മാർക്കറ്റ് എക്സിക്യൂഷൻ. ഓക്കെ, മാർക്കറ്റ് എക്സിക്യൂഷൻ ഇവിടെ എന്താ വന്നേക്കുന്നേ? ബൈ ലിമിറ്റ്. ബൈ ലിമിറ്റ്. ഇവിടെ ഈ കൊടുത്തേക്കുന്ന എന്തായിരിക്കും? ലോട്ട്സ്. എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? അതെ, ലോട്ട്. ഇവിടെ മൈക്രോ ലോട്ടിലാണ് ട്രേഡ് എടുക്കുന്നത്, ഇവിടെ സ്റ്റാൻഡേർഡ് ലോട്ടിലാണ് ട്രേഡ് എടുക്കുന്നത്. ഈ രണ്ടും കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ടേക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ടേക്ക് പ്രോഫിറ്റ് ഉണ്ട്. അതിനെ കൂടാതെ ഒരാളും കൂടി ഉണ്ട്. എന്താണ്? പ്രൈസ്. പ്രൈസ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇതിൽ പ്രൈസ് വന്നത്? എന്തുകൊണ്ട് ഇവിടെ പ്രൈസിന്റെ ഒരു ഓപ്ഷൻ വന്നില്ല? പെൻഡിങ് ഓർഡർ പ്രൈസ് കാണും. പെൻഡിങ് ആയിരുന്നു മറ്റേ മാർക്ക്. അതെ, അതായത് ഇവിടെ Price മാർക്കറ്റ് മാറാനുള്ള ഓർഡറാ. മാർക്കറ്റ് ഓർഡർ പറയുമ്പോൾ ഇപ്പൊ മാർക്കറ്റ് കാണിക്കുന്ന ലെവലാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഉള്ള ലെവലാണ് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത്. ഈ ലെവലിലാണ്, ഈ പ്രൈസ് ലെവലിലാണ് ആക്ച്വലി ഈ ഒരു ലോഡ് സൈസിൽ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആവണേ. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബൈ ആണെങ്കിൽ ബൈ ചെയ്യാം, ഇവിടെ സെൽ ആണെങ്കിൽ സെൽ ചെയ്യാം. അതേസമയം ബൈ ലിമിറ്റ് ആവുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഏത് ലെവലിലാണോ ഉള്ളത് അതിനേക്കാളും കുറഞ്ഞ പ്രൈസ് ലെവലിലേ നമുക്ക് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രൈസ് ലെവൽ ഏതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ് എന്ത്? ഈ പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി നമുക്ക് ഓർഡർ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റ് ലെവലും ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്നും കൊടുക്കാതെ ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് മോഡിഫൈ ചെയ്താൽ മതി. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ പോയിട്ട് ആ ഒരു ഓർഡർ അവിടെ പോയിട്ട് മോഡിഫൈ ചെയ്താൽ മതി. അതൊക്കെ നിങ്ങൾ ഇനി ട്രേഡ് എടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇന്റർഫേസ് ഒക്കെ പരിചയമാകുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? Clear. ഓക്കെ, ഇവിടെ ബൈ മാർക്കറ്റ് ആണ് ആക്ച്വലി. ഇവിടെ എന്താണ്? പ്ലേസ് ആണ്, പ്ലേസ് ചെയ്യാണ്. അതാണ് ഈ രണ്ട് ഓർഡർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ. ലിവറേജിന്റെ കേസ് നമ്മൾ ആദ്യം പറഞ്ഞതല്ലേ? ഓർമ്മല്ലേ? ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ സ്പ്രെഡ് ഉണ്ട്. ഓക്കെ, ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിനകത്തും കുറച്ച് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. മറ്റേ ഫണ്ടിങ്, ഏതാ ഫണ്ടഡ് ഫേംസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്പ്രെഡ് എന്നുള്ളൊരു വേർഡ്. ഓക്കെ, സാറേ ഈ MT5 നമ്മൾ ലിവറേജ് എങ്ങനെ എടുക്കുന്നത്? എങ്ങനെയാ? MT5 ലിവറേജ് ഒരു ബ്രോക്കർ അല്ല ബ്രോ. ബ്രോക്കറാണ് നമുക്ക് ലിവറേജ് തരുന്നത്. അതിപ്പോ നമ്മൾ അൽപ്പാരി ആണെങ്കിൽ ആ അൽപ്പാരി നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ചൂസ് ചെയ്യാം നമുക്ക് എത്ര ലിവറേജ് വേണം.
ഓക്കെ. അപ്പൊ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ MT5 എന്ത് ചെയ്യും, ഈ അൽപ്പാരിയുടെ അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് അതിൽ ലോഗിൻ ചെയ്യും. എന്നിട്ട് MT5 ട്രേഡ് എടുക്കും. അപ്പോൾ ആ ഇപ്പൊ നമുക്ക് അൽപ്പാരി എത്രയാണോ ലിവറേജ് തരുന്നത് സെയിം ലിവറേജ് ഇപ്പൊ നമുക്ക് ഇവിടെ 1 യൂസ് to ചെയ്യാം. 100 ആണ് നമുക്ക് തരുന്നത്. ഇപ്പൊ 1 to 100 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 1 to 100 കൊടുത്തു. ഓക്കെ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് വരുമോ, അത് ആ നമ്മൾ സെലക്ട് അത് ചെയ്യണോ? രണ്ടും രണ്ടാണ്. അതായത് ഈ ലിവറേജ് നമ്മുടെ ബ്രോക്കറിന്റെ ആപ്പിലാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ. അത് മനസ്സിലായി, അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ട്രേഡ് എടുക്കുന്ന സമയത്ത് ലിവറേജ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാ ആ ട്രേഡിനും സെയിം ലിവറേജ് ആണ് വരിക. അത് ആ ഡൗട്ടാണ് ഞാൻ ആ ചോദിച്ചത്. ഓക്കെ ഓക്കെ. എല്ലാ ട്രേഡിനും പിന്നെ ആ ഒരു ലിവറേജ് ആണ് വരിക. ഓക്കെ. ഇനി സ്പ്രെഡ് എന്നുള്ള വേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലൈക്ക് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പൊ ഒരു പ്രൈസ് ലെവൽ ഇപ്പൊ 1.5600 യൂറോ USD കറന്റ് പ്രൈസ് ലെവൽ ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ബൈ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സെല് ചെയ്യാൻ പോകുമ്പോൾ ആക്ച്വലി നമ്മൾ ബ്രോക്കറിന്റെ അടുത്ത് പറയും എന്താണ്, എനിക്ക് ഈ 1.5600 ഈ ഓർഡർ ഈ ലെവലിന് എനിക്ക് എന്ത് ചെയ്യണം, ഈ ലെവലിന് എനിക്ക് യൂറോ USD 0.1 ലോട്ട് ബൈ ചെയ്യണം അല്ലെങ്കിൽ സെല് ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ എക്സിക്യൂട്ട് കൊടുത്താൽ, ഒരു ഓർഡർ നമ്മൾ ആ ഒരു ആപ്പിൽ ഓർഡർ ചെയ്ത് കൊടുത്താൽ അവിടെ ആക്ച്വലി സെയിം പ്രൈസ് റേഞ്ചിലാവൂല. ഈ 1.5600 എന്നുള്ള എക്സാക്ട് ലെവലിലാവൂല നമുക്ക് അവിടെ എക്സിക്യൂട്ട് ആയി കിട്ടുക. അതായത് ഒരു അസറ്റിന് അല്ലെങ്കിൽ ഒരു കറൻസി പെയറിന് രണ്ട് പ്രൈസ് ലെവൽ ഉണ്ടാവും. ബിഡ് പ്രൈസ് ഉണ്ടാവും, ആസ്ക് പ്രൈസ് ഉണ്ടാവും. ഓക്കെ. ഈ ബിഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആസ്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബൈ കയറി കഴിഞ്ഞാൽ ചിലപ്പം ഇതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു 1.5600 അങ്ങനെ ചെറിയൊരു ഡിഫറൻസിലായിരിക്കും നമുക്ക് ഇവിടെ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയി കിട്ടുക. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സെല് ചെയ്യാണ് നോക്കണമെന്നുണ്ടെങ്കിൽ 1.55 അങ്ങനെ ചെറിയ പ്രൈസ് ഡിഫറൻസിലായിരിക്കും നമുക്ക് ഇവിടെ എന്ത് കിട്ടുക, ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയി കിട്ടുക. നമ്മൾ എക്സാക്ട്ലി എവിടെയാണോ ഉദ്ദേശിക്കണേ ആ ഒരു ലെവലിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഓർഡർ എക്സിക്യൂട്ട് ആവത്തില്ല. ഓക്കെ. അങ്ങനെ ഈ ഒരു ആസ്ക് പ്രൈസ് എന്നുണ്ട്, അതേപോലെ ബിഡ് പ്രൈസ് എന്നുണ്ട്. ഈ ആസ്ക് പ്രൈസിന്റെയും അത് ബിഡ് അത് പ്രൈസിന്റെയും ഞാൻ ഒരു കാര്യം ഡിഫറൻസ്. ചോദിച്ചോട്ടത്. അത് അവരവരുടെ കമ്മീഷൻ അത് ഓൾറെഡി പിടിക്കുന്നതാണോ അത്? കമ്മീഷൻ ബ്രോക്കറേഴ്സ്. വേറെ, ഇത് സ്പ്രെഡ് ആണ്. ഇത് ആക്ച്വലി ഓരോരോ ബ്രോക്കേഴ്സിന് ഡിഫറെന്റ് ആയി കിടക്കും. ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ രണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ കയറാൻ വിചാരിച്ചാലും ആ ഒരു സമയത്തെ ആസ്ക് പ്രൈസ് വേറെ ആയിരിക്കും, ബിഡ് പ്രൈസ് വേറെ ആയിരിക്കും. ആ രണ്ട് പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി എന്ത് പറയണത്, സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പം അപ്പൊ ഓരോ വേറെ ബ്രോക്കേഴ്സിനും ഇത് ചോദിച്ചോട്ടെന്നാ, ഡിഫറെന്റ് ആയിരിക്കും. എങ്ങനെ? വേറെ ഒരു ഡൗട്ടോട് ചോദിച്ചോട്ടെ സാറേ. ഉം, അത് ഇപ്പൊ നമ്മള് 1.560 കൊടുത്തു. ഉം. അപ്പൊ ആ സമയത്ത് അവിടെ ഒരു ബയറോ സെല്ലറോ ഇല്ലാത്തതുകൊണ്ടാണ് ആ വേരിയേഷൻ വരുന്നത്. അതെ അതെ, പ്രൈസ് അതെ എക്സാക്ട്ലി. നമുക്ക് പ്രൈസ് അവിടുന്ന് തരാൻ ഒരു ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ലെവലിലുള്ള ബയറോ സെല്ലറോ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ചില ബ്രോക്കേഴ്സ് എന്ത് ചെയ്യും, സീറോ സ്പ്രെഡ് അവർ തന്നെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്താണ്ട് നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ഈ ലെവലിൽ തന്നെ തരുന്ന ബ്രോക്കേഴ്സും ഉണ്ട്. കറക്റ്റ് ഈ ലെവലല്ല, ചെറിയ ഡിഫറൻസ്, ചെറിയ പിപ്പറ്റിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിലും സ്പ്രെഡ് വളരെ കുറവായിട്ടുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്പ്രെഡിന്റെ വലിയൊരു വിഷയം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ഫണ്ടഡ് അക്കൗണ്ടിലൊക്കെയാണ് ഇതിന്റെ വലിയൊരു വിഷയം വരിക. കാരണം അതിലൊക്കെ സ്പ്രെഡ് ഓൾറെഡി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഫണ്ടഡ് അക്കൗണ്ടിലൊക്കെ ഇപ്പൊ സപ്പോസ് നിങ്ങളൊരു വ്യാഴാഴ്ച ഒരു ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ. വ്യാഴാഴ്ച ഒരു ട്രേഡ് എടുത്തു. ആ ട്രേഡ് ഇപ്പൊ നിങ്ങളൊരു ബൈ ആണ് എടുത്തത്, നിങ്ങൾ ഇവിടെ നിന്നാണ് ബൈ ചെയ്തത്. ഓക്കെ. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഓക്കെ. നിങ്ങളുടെ ടാർഗറ്റ് ഇവിടെയാണ്. പിന്നെ നെക്സ്റ്റ് ഡേ ഫ്രൈഡേ മാർക്കറ്റ് എൻഡ് ആയപ്പോൾ മാർക്കറ്റ് ഇപ്പം ഇവിടെയാണുള്ളത്, താഴെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ബൈ ചെയ്തതിനേക്കാളും താഴെയുള്ള പാർട്ടിലാണ്. പക്ഷെ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല, സ്റ്റോപ്പ് ലോസിന് തൊട്ട് അടുത്ത് വരെ എത്തിയിട്ടുള്ളൂ. ഓക്കെ. മൺഡേ നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ, ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയി മൺഡേ ഓപ്പൺ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചാർട്ടിൽ നോക്കുമ്പോൾ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മൺഡേ ചിലപ്പോൾ ചാർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ട്രേഡിംഗ് വ്യൂ നോക്കുമ്പോൾ മാർക്കറ്റ് ഒന്ന് മുകളിൽ പോയി കാണാം, മാർക്കറ്റ് ഒന്ന് അപ്പ് ആയത് കാണാം. പക്ഷെ നിങ്ങളെ ബ്രോക്കർ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഫണ്ടഡ് ഫേമിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ SL അടിച്ചത് കാണാം. ഇത് ആക്ച്വലി സ്പ്രെഡ് കാരണമാണ് സംഭവിക്കണേ. ഓക്കെ.
അപ്പോ സ്ലിപ്പേജ് വരുന്നില്ല. സ്ലിപ്പേജ് വേറെയാണ്. ഇതാണ് സ്പ്രെഡ് എന്നാണ് ആക്ച്വലി ഇതിന് പറയാം. ലൈക്ക് ഓഫ് സ്ലിപ്പേജ്. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ഫേം അല്ലെങ്കിൽ ഒരു ബ്രോക്കർ ആണ് മെയിൻലി. ഒരു ബ്രോക്കർ ചൂസ് ചെയ്യണ സമയത്ത് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രെഡ് കുറഞ്ഞിട്ടുള്ള ബ്രോക്കറിനെ ചൂസ് ചെയ്യണം. ഓക്കെ. ഇപ്പൊ കമ്മീഷൻ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അതേസമയം ബ്രോക്കറിന്റെ സ്പ്രെഡ് 0 ആയിട്ട് തരുന്ന സ്പ്രെഡ് തരുന്ന ബ്രോക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ വേണം ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാൻ, ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഓക്കെ. മനസ്സിലായി. ക്ലിയർ നമുക്ക് ആണോ എങ്ങനെ എല്ലാവർക്കും? അറിയാൻ പറ്റും സാറേ അത്? ഈ ഓരോ ബ്രോക്കേഴ്സും അവരുടെ നമ്മൾ ആ ഒരു ബ്രോക്കർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ബ്രോക്കേഴ്സിന്റെ വെബ്സൈറ്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അവർ ഏതൊക്കെ രീതിയിലാണ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യണത്. ചിലര് 0 സ്പ്രെഡ് ഉണ്ടാവും, ചിലര് ഇത്ര സ്പ്രെഡിന്റെ കമ്മീഷൻ കുറഞ്ഞിട്ട് സ്പ്രെഡ് കൊടുക്കുന്ന ടീംസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മളത് ഓരോ ബ്രോക്കേഴ്സിനെയും നമ്മൾ ചൂസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. നിലവിൽ നമ്മളൊക്കെ ചൂസ് ചെയ്യുന്ന ബ്രോക്കർ എന്ന് പറഞ്ഞാൽ അൽപ്പാരിയാണ്. ഈ അൽപ്പാരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവര് ലിക്വിഡിറ്റി പ്രൊവൈഡിങ്ങും കാര്യങ്ങളിലും ഒക്കെ അടിപൊളിയാണ്. അതേ മാത്രമല്ല ഇതിന്റെ സ്പ്രെഡ് 0 സ്പ്രെഡിൽ നമുക്ക് അക്കൗണ്ട് കിട്ടും. ഓക്കെ. കമ്മീഷൻ കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടുതലാണ്, പക്ഷെ അതിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്പ്രെഡ് കുറയുക, അതേപോലെ ഇവരുടെ കസ്റ്റമർ സർവീസും വളരെ ഉഷാറാണ്. കാരണം നമ്മൾക്കിപ്പോൾ നമ്മുടെ ഒരു എമൗണ്ട് ആണ് നമ്മൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യണത്. അപ്പൊ ആ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അപ്പം അതിന് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും നല്ലൊരു കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് എപ്പോഴും നിർബന്ധമാണ്, നിങ്ങൾ ഏത് ബ്രോക്കർ എടുക്കുകയാണെങ്കിലും. ഓക്കെ. അപ്പം ഈ അൽപ്പാരിക്ക് നമുക്ക് റീജിയണൽ ആയിട്ടുള്ള നമ്മുടെ അക്കൗണ്ട് മാനേജേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു അക്കൗണ്ട് മാനേജറുടെ കീഴിലാണ് നമ്മൾ അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് നമുക്ക് അക്കൗണ്ട് ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ തരാം, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ തരാം. ഇതൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. അപ്പൊ നമ്മൾ അൽപ്പാരി എന്നുള്ള ബ്രോക്കറാണ് നമ്മൾ പേഴ്സണലി ചൂസ് ചെയ്യുന്ന ബ്രോക്കർ. ഓക്കെ. അൽപ്പാരിക്ക് എങ്ങനെ നമ്മൾ ബൈയും സെല്ലും ചെയ്യുമ്പോൾ എങ്ങനെയാ കമ്മീഷൻ വരുന്നത്? അത് നമ്മൾ ബ്രോക്കറേജ് രണ്ട് മൂന്ന് ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ അവരുടെ 2-3 ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എടുക്കുന്ന അനുസരിച്ചും ആയിരിക്കും ബ്രോ. ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിന്റെ ബ്രോക്കറേജ് കാര്യങ്ങൾ വരുന്ന ആ ഒരു ഫുൾ ഡീറ്റെയിൽസ്. ഓക്കെ. ശരി. എത്രയാണ് ഓക്കെ. സ്പ്രെഡ് വരുന്നതെന്നും എങ്ങനെയാ സ്പ്രെഡ് ഉള്ള അക്കൗണ്ടിന് എത്രയാണ് വരുന്നത്, സ്പ്രെഡ് ഇല്ലാത്ത അക്കൗണ്ടിന് എത്രയാണ് വരുന്നതെന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് ഇടാം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്കിതിൽ പറയാനുള്ളത് പറഞ്ഞാൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി അവർ ഈടാക്കുന്ന ചാർജ് ആണ്. ഓക്കെ. നമുക്ക് അറിയുന്ന കേസാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടുന്നത്. ഇനി ഇതിൽ അറിയാത്തൊരു കേസാണ് സ്വാപ്പ് ചാർജ്. ഓക്കെ. സ്വാപ്പ് ചാർജ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞു. ഓക്കെ. നമ്മൾ മൺഡേ ആണ് ഒരു ഓർഡർ എടുത്തത്. ഓക്കെ. ആ ഓർഡർ നമ്മൾ ട്യൂസ്ഡേയിലേക്കും കൂടി ഹോൾഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു EURUSD 0.1 ലോട്ട് ബൈ ചെയ്തു. മൺഡേ മോർണിംഗ് ആണ് ഞാൻ ബൈ ചെയ്തത്, അല്ലെങ്കിൽ മൺഡേ ഈവനിങ്ങോ അല്ലെങ്കിൽ മൺഡേ ഉച്ചക്കോ ഒക്കെയാണ് ഞാൻ ബൈ ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നി എൻ്റെ ടാർഗറ്റ് പോയിന്റ് മാർക്കറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചൊവ്വാഴ്ച കൂടി ആ ഒരു ഓർഡർ എന്ത് ചെയ്യേണ്ടി വരും? ഹോൾഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ചൊവ്വാഴ്ച വരെ നമ്മൾ ആ ഓർഡർ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ കമ്മീഷന്റെ പുറമെ ബ്രോക്കേഴ്സ് ഈടാക്കുന്ന ഫീസാണ് റോൾ ഓവർ ഫീസ് എന്ന് പറയും. ഒരു മിഡ് നൈറ്റ് നമ്മൾ അത് നമ്മൾ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ചാർജ് ആണ് എന്ത്? സ്വാപ്പ് ചാർജ്. ഓക്കെ. അപ്പം നിങ്ങൾ ഒരു ട്രേഡ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് നിങ്ങൾ 2 ദിവസമൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആ ഒരു ആ ഒരു ട്രേഡിന്റെ ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ, ട്രേഡ് ഹിസ്റ്ററി, എത്ര പ്രോഫിറ്റ് വന്നു, എവിടുന്ന് എക്സിക്യൂട്ട് ആയി, എവിടുന്ന് എക്സിറ്റ് ആയി എന്നുള്ള ആ ഒരു ട്രേഡ് ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ, അതിനകത്ത് സ്വാപ്പ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ. ഇത് മിക്ക ബ്രോക്കേഴ്സിനും ഉണ്ട്. അപ്പം ഇത് ഈ ഒരു ഫീസിനെ, ഈ ഒരു ഓവർനൈറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യണതിന്റെ ആ ഒരു ഫീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്വാപ്പ് ചാർജ് എന്ന് വിളിക്കുക. ഓക്കെ. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്
ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ബേസിക്സിന്റെ ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി നേരെ നെക്സ്റ്റ് സെഷനിലേക്ക് മൂവ് ചെയ്തോട്ടെ. ഇനി ഓക്കെ. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുള്ളൂ. ഇനി ഫണ്ടിങ് നമ്മള് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഏതാ ഫണ്ടിങ് ചാർജ്. ഫണ്ടിങ് ചാർജോ? ഫണ്ടിങ് ചാർജ് എവിടെയാണ് ബ്രോ കണ്ടേ? അത് ഞാൻ ഇതിനകത്ത് നോക്കുമ്പോ കാണുന്നു ഈ ഫണ്ടഡ് ഫേംസ് ആണോ? ഫണ്ടഡ് അല്ല, ഈ ക്രിപ്റ്റോയിൽ വരുന്നത് കാണുന്ന ഓ, എന്താണ് ബൈനാൻസ് ആണോ? ബൈനാൻസ്. ബൈനാൻസിന്റെ കേസ് അറിയില്ല ബ്രോ. ലൈക്ക് ബൈനാൻസിൽ നമ്മൾ ട്രേഡ് ചെയ്യാറില്ല ആക്ച്വലി. ബൈനാൻസ് ജസ്റ്റ് നമ്മൾ ഈ വിഡ്രോവൽ ഒക്കെ എടുക്കുന്ന സമയത്ത് USDT അതേപോലെ കൺവേർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതന്നെ ഇപ്പോൾ ഗവൺമെന്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നതിന് ശേഷം അതിപ്പോൾ യൂസ് ചെയ്യാറില്ല. ബ്രോ ആണെങ്കിൽ അത് ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ. അല്ല, ഞാനിപ്പോ എന്തെങ്കിലും ഇത് ChatGPT ഇത് കൊടുക്കുമ്പോ അവർ പറയാറുണ്ട് ഇങ്ങനെ ഫണ്ടിങ് ചാർജിനെ പറ്റി. ഓക്കെ, ബ്രോ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കും, ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് കടന്നോട്ടെ. ഓക്കെ. അല്ലേ? ചാറ്റ് ബോക്സ് ഒന്നും ഉഷാറില്ലല്ലോ. ഞാൻ ഇതിനകത്ത് ഇത് കണ്ടിട്ടില്ല. ഞാനിപ്പോ ഇതിൽ ഡൗട്ട് വരുമ്പോ ഞാൻ ChatGPT ആയിട്ട് ചോദിക്കുമ്പോ ChatGPT ആണ് പറയാ ഇങ്ങനെ ഫണ്ടിങ് ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓ ഓ ഫൈനാൻസിന്റെ ബൈനാൻസിന്റെ ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാത്തോണ്ടേ അറിയത്തില്ല. നമ്മൾ ഇതിലൊന്നും കണ്ടിട്ടില്ല, അൽപ്പരിയിൽ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ഈ മാർക്കറ്റ് അനാലിസിലേക്ക് വരാം. ഇനിയാണ് ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ. ലിമിറ്റ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ഓക്കെ. അതിന് സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ടോ? ഇല്ല, അതിന് സെപ്പറേറ്റ് ചാർജസ് ഒന്നുമില്ല. ഓക്കെ. ലിമിറ്റ് ഓർഡർ ആണെങ്കിൽ മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ ചാർജസ് ഒന്നുമില്ല കേട്ടോ. അതിന് കമ്മീഷൻ ഈടാക്കും. ലിമിറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. ഓക്കെ. മാർക്കറ്റ് ഓർഡർ നമ്മൾ ഇടുമ്പോ അതിന് കമ്മീഷൻ കൂടുതലുണ്ടോ? ഇല്ല, അത് ചിലപ്പോൾ ചില ബ്രോക്കേഴ്സ് അതിനൊക്കെ ക്ലോസ് വെച്ചിട്ടുണ്ടാവും. ചില ബ്രോക്കേഴ്സിൽ ഓരോ ഓർഡറിനും ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ അൽപ്പാരിയിൽ അങ്ങനെ ഇല്ല. അൽപ്പാരിയിൽ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അൽപ്പാരി HFM അതിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ. സോ ഇനി മാർക്കറ്റ് അനാലിസ്. ഓക്കെ. ഇനി മാർക്കറ്റ് അനാലിസിലേക്ക് വരാം. ഓക്കെ. മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു ബൈ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ അവിടെ ആദ്യം പറഞ്ഞ കാര്യം എന്താ? എന്റെ അനാലിസിസ് പ്രകാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു അനാലിസിസ് കിട്ടണം. അനാലിസിസ് കിട്ടിയാലേ മാർക്കറ്റ് ഇവിടുന്ന് താഴെ പോകും അല്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് പോകും നമുക്ക് അറിയുള്ളൂ. ശരിയല്ലേ? അപ്പം അതെ. ഈ ഒരു മാർക്കറ്റ് അനാലിസിസിന്റെ ഈ ഒരു മാർക്കറ്റ് അനാലിസിന്റെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ആ ഒരു മാർക്കറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോണത്. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് മാർക്കറ്റ് അനാലിസിസ് ഉണ്ട്. ഓക്കെ. 3 രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽ അനാലിസിസ്, സെക്കൻഡ് വൺ സെന്റിമെന്റൽ അനാലിസിസ് ആൻഡ് തേർഡ് വൺ ടെക്നിക്കൽ അനാലിസിസ്. ഓക്കെ. ഫണ്ടമെന്റൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ആക്ച്വലി നമ്മൾ ആസ് എ ട്രേഡേഴ്സ്, നമ്മൾ SMC ട്രേഡേഴ്സ് ആവട്ടെ, ICT ആവട്ടെ, വട്ടവർ, നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് മാർക്കറ്റ് അനാലിസിസേ ഉള്ളൂ. ഒന്ന് ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ മാർക്കറ്റിനെ നോക്കിക്കാണും, ആൻഡ് അനദർ വൺ ടെക്നിക്കൽ ആയിട്ട് എന്ത് ചെയ്യും? മാർക്കറ്റിനെ നോക്കിക്കാണും. അപ്പോൾ ഓരോന്നും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഫണ്ടമെന്റലി ആൻഡ് ടെക്നിക്കലി ആയിരിക്കും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്താന്ന് നോക്കാം. ഓക്കെ. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫണ്ടമെന്റൽ അനാലിസിസിനോട് നമുക്ക് എന്താ അർത്ഥാക്കുന്ന ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? നമുക്ക് കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസ്. അതെ, നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും ഫോറക്സ് മാർക്കറ്റിലെ ന്യൂസിനെ പറ്റി അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല സെൻട്രൽ ബാങ്കുകൾ അല്ലെങ്കിൽ പല എക്സ്ചേഞ്ചുകളൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ? പല കൺട്രീസിന്റെ കറൻസീസ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രാജ്യത്തിന്റെ എക്കണോമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ കറൻസിയെ ബാധിക്കുന്ന പല ഡാറ്റാസും പല സമയത്തും ഒരു രാജ്യം അവരുടെ ഇപ്പോൾ ചിലപ്പോൾ ഒരു ബഡ്ജറ്റ് ആവാം,
അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ ആവാം, എക്കണോമിക് ഗ്രോത്ത് ആവാം, GDP ഡാറ്റ ആവാം, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഡാറ്റ ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ്, ഇപ്പൊ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇങ്ങനെ പല രീതിയിലുള്ള ഓരോ ന്യൂസുകൾ, ഓരോ ഇവന്റുകൾ ഇവരെങ്ങനെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഓക്കെ, ഇതിനൊക്കെ അനുസരിച്ച് നമ്മുടെ മാർക്കറ്റിലും അതിൻ്റെതായ ഒരു മൂവ്മെന്റ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിൻ്റെതായ ഒരു വൊളറ്റൈലിറ്റി കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, നമ്മളൊരു ഫണ്ടമെന്റൽ അനാലിസിസ് ഇല്ലാതെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോ സപ്പോസ് ഒരു ന്യൂസ് വരുന്ന ഒരു ടൈം ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഇന്ത്യൻ ടൈം രാത്രി 10 മണിക്ക് ഒരു ന്യൂസ് വരാണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വൈകിട്ട് വീട്ടിലെത്തി, നമ്മൾ ഈ ഒരു 10 മണിക്കാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ആ സമയത്ത് ചിലപ്പോ നല്ല രീതിയിലുള്ള ഒരു വൊളറ്റൈലിറ്റി മാർക്കറ്റിൽ കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള വൊളറ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ മാർക്കറ്റ് നല്ല അഗ്രസീവായിട്ടോ, അല്ലെങ്കിൽ നല്ല അഗ്രസീവായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണതോ, അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് എത്ര പക്കയായിട്ട് ആയിരുന്നാൽ പോലും ചിലപ്പോൾ അതൊന്ന് റെസ്പെക്ട് ചെയ്യാതെ ചിലപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ അഗ്രസീവായിട്ട് താഴേക്ക് മൂവ് ചെയ്യണതൊക്കെ ആയിട്ട് വരും. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ട്രാപ്പിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫണ്ടമെന്റലി മാർക്കറ്റിനെ എന്നും അനലൈസ് ചെയ്യണം. അത് വളരെ സിമ്പിൾ ആണ്. കാരണം ഈ ഡാറ്റാസ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ GDP ഗ്രോത്ത് ആവട്ടെ, ഇൻട്രസ്റ്റ് റേറ്റ് ആവട്ടെ, എംപ്ലോയ്മെന്റ് ഡാറ്റ ആവട്ടെ, ഇതൊക്കെ നമുക്ക് അറിയാം. ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റും ഏത് ടൈമിലാണ് ഇത് മാർക്കറ്റിൽ വരിക എന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ സിംപിളി ആ ഒരു ടൈമിൽ നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുന്നതിന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പോരെ? ഹലോ, അതെ. അപ്പോ നമുക്ക് ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് വരുന്ന ഇവന്റ്സിനൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, GDP ഗ്രോത്ത് മാത്രമല്ല, എക്കണോമിക് ഡാറ്റകൾ, പൊളിറ്റിക്കൽ ഡാറ്റകൾ, ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഇറാൻ US ഇസ്രായേൽ വാർ ഒക്കെ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇനിയൊക്കെ നെക്സ്റ്റ് ഡേയ്സിലൊക്കെ ഗോൾഡിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ, ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു മാർക്കറ്റിന് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ട്രേഡ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ട്രേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മുടെ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ അനാലിസിസ് ആദ്യം നടത്തിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂസ് അതേപോലുള്ള ഓരോ ഇവന്റ്സ് ഒക്കെ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ ഡോളറിന്റെ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോൾഡ് പോലെയുള്ളതിന്റെ ഒക്കെ ഇത് കൂടില്ല സാറേ? അത് പ്രൊപ്പോർഷണലി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് എന്ത്? forexfactory.com. ഓക്കെ, അപ്പൊ നമ്മൾ സിംപ്ലി ആ ഒരു ഫോറക്സ് ഫാക്ടറി എന്നുള്ള വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഫോറക്സ് ഫാക്ടറി എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ forexfactory.com എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോറക്സ് ഫാക്ടറി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? സിംപ്ലി ഗൂഗിൾ ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ അറിയേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും മുകളിൽ കണ്ടോ കലണ്ടർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ? ഓക്കെ, ഈ കലണ്ടർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഹോം പേജിൽ വരിക, എന്നിട്ട് എന്ത് ചെയ്യുക? കലണ്ടർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കാണാം അല്ലേ? ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്, കറൻസി ഉണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്, അലേർട്സ്, ഡീറ്റെയിൽ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ദിസ് വീക്ക് എന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി വരാനിരിക്കുന്ന, ഇപ്പൊ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് മൺഡേ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഈ കലണ്ടറിൽ മൺഡേ എന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ കുറെ ന്യൂസസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയേ, AUD, JPY അല്ലെ, അതേപോലെ EUR, GBP, പിന്നെ USD, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എല്ലാതൊന്നും വേണ്ട. ഇവിടെ ആക്ച്വലി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഡേറ്റിലെ ന്യൂസ് ആണോ നമ്മൾ എടുക്കണേ ആ ഡേറ്റ് ആയിരിക്കും ഇവിടെ വരിക.
ഇപ്പൊ നമുക്കൊരു വീക്കിന്റെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം, ഓരോ ദിവസത്തെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, കുറെ ടൈം കണ്ടോ. ഈ 354 എന്നുള്ളത് ഇപ്പോഴത്തെ കറന്റ്, ഇപ്പൊ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ ടൈമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇപ്പം എടുക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തെ ടൈമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ എവിടെയാണോ ഉള്ളത് അവിടുത്തെ ടൈം ആക്കി സേവ് ചെയ്യാം. ഓക്കെ. പിന്നെ അതിന് നമ്മുടെ താഴെ രാജ്യത്തെ സമയമാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് അങ്ങനെ എടുക്കാം. ഇപ്പം ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നിങ്ങൾ ഇന്ത്യയിലാണല്ലോ. ആക്ച്വലി ഇപ്പൊ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്ത്യയിലാവുമ്പോൾ ഇപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കണം, ഇവിടെ നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ വരുന്ന ന്യൂസസ് ആണ് ഇവിടെ കാണിക്കുക. അതായത് ഇപ്പൊ ഇന്ത്യൻ ടൈം 5:30 ഈ ന്യൂസ് വരുന്നു, ഇന്ത്യൻ ടൈം 1 മണിക്ക് ന്യൂസ് വരുന്നു എന്നാണ് കാണിക്കുക. ഇനിയിപ്പം ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന പരിചയമുള്ള ആൾക്കാർ കാണാം, ചിലപ്പോൾ അവര് ന്യൂയോർക്ക് ടൈമിലായിരിക്കും ചാർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. അതിന്റെ കാര്യം എന്താണെന്നൊക്കെ നമ്മൾ വരും സെഷനിൽ പറയും. ഇപ്പൊ ന്യൂയോർക്ക് ടൈമിൽ ചാർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോറസ്റ്റ് ഫാക്ടറിയിലും ഇവിടെ എന്ത് ചെയ്യുക, ന്യൂയോർക്ക് ടൈം ആക്കുക. ഓക്കെ. ന്യൂയോർക്ക് ടൈം ആക്കി കഴിഞ്ഞാൽ ആ ന്യൂയോർക്ക് ടൈം ആ ചാർട്ടിനനുസരിച്ച് എപ്പോഴാണോ മാർക്കറ്റിൽ ഈ ന്യൂസ് വരിക എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. സിംപിളി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യായിരിക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ ഇന്ന് 5 മണിക്ക് ന്യൂസ് ഉണ്ട്, അപ്പൊ 5 മണിക്ക് നമ്മൾ ഒന്നുകൂടി ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ഇതിനോട് അർത്ഥമാക്കുന്ന കാര്യം. ഓക്കെ. ഈ കാട്ടുമ്പോൾ ന്യൂസ്, നമ്മൾ ട്രേഡിംഗ് വ്യൂവിനകത്താണ് ഈ അതെ, ടൈം ട്രേഡിംഗ് വ്യൂ. സെറ്റ് ചെയ്യുന്നത്. ട്രേഡിംഗ് വ്യൂവിനകത്ത് രണ്ട് രീതിയിൽ നമുക്ക് ചാർട്ടിന്റെ ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് വെക്കാം. ഒന്നുകിൽ നമുക്ക് ഇന്ത്യൻ ടൈം ആക്കി സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈം ആക്കിയിട്ടും സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോൾ ന്യൂയോർക്ക് ടൈം ആക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിമും അതന്നെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വരും സെഷനിൽ പറയും കേട്ടോ. ഓക്കെ. ഇനി കറൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഏതൊക്കെ കറൻസീനെയാണ് ഇത് ബാധിക്കുന്നത്, ഈ ന്യൂസ് ഏതൊക്കെ കറൻസിയിലാണ് ഇവിടെ വരുന്നതെന്നാണ് ഈ കറൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ. ഇനി ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് എത്രത്തോളം മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പൊ ആക്ച്വലി 4 രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണുള്ളത്. ഓക്കെ. മൈനർ ആയിട്ട് വരുന്നത്, കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, മേജർ ആയിട്ടുള്ള ന്യൂസ്. അപ്പൊ നമുക്ക് എല്ലാ ന്യൂസസും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ മേജർ ആയിട്ട് വരുന്ന ന്യൂസസ് മാത്രമാണ് നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇന്റർഫേസിൽ തന്നെ ഏറ്റവും ലാസ്റ്റുള്ള ഈ ഒരു ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഈ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഇമ്പാക്റ്റ് ഇവിടെ ഞാൻ എല്ലാതും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ യെല്ലോ ആൻഡ് ഓറഞ്ച് ഒഴിവാക്കാം, ജസ്റ്റ് റെഡ് ആൻഡ് ഗ്രേ ഇവിടെ ഓൺ ആക്കി കൊടുക്കുക. എന്തുകൊണ്ട് ഗ്രേ എന്ന് ചോദിച്ചാൽ, ഗ്രേയില് വരുന്ന ന്യൂസസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഹോളിഡേസ് ആണ്. ഇപ്പം US അമേരിക്കൻ ബാങ്ക്, അവിടുത്തെ ബാങ്ക് ഹോളിഡേ ആണെങ്കിൽ ആ ഒരു അന്നത്തെ ദിവസം മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നില്ല, ബാങ്ക് ഹോളിഡേ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂസ് കാണിക്കുക ഈ ഒരു ചിഹ്നത്തിലായിരിക്കും കാണിക്കുക. നമുക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഓക്കെ. ഈ ഇവന്റ് ടൈപ്പ് എല്ലാതും സെലക്ട് ചെയ്ത് വെക്കുക, റെഡ് ഗ്രേ മാത്രം ചൂസ് ചെയ്യുക, ഇവന്റ് ടൈപ്പ് എല്ലാം സെലക്ട് ചെയ്യുക. ഇവിടെ കറൻസീസ് എല്ലാം നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാതൊന്നും വേണ്ട. നമ്മൾ മെയിൻലി ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂറോയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, GBPയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് US ഡോളറിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലെ. യൂറോ USD, GBP USD, അങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നേരെ അപ്ലൈ ഫിൽറ്റർ കൊടുക്കുക. ഇപ്പൊ നമുക്ക് നേരത്തെ വന്ന കുറെ ന്യൂസസ് ഇല്ല, ആകെ ഒരു മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് മാത്രമേ തിങ്കളാഴ്ച ഉള്ളൂ. അതന്നെ ഏത് കറൻസി പെയറിലാ വരുന്നത്, ഏത് കറൻസിയിലാ വരുന്നത്? യൂറോ USD. യൂറോ USD ആണോ? USD, അമേരിക്കൻ ഡോളറിലാണ് ആ ഒരു ന്യൂസ് വരുന്നത്. അപ്പൊ അമേരിക്കൻ ഡോളറിൽ ആ ന്യൂസ് വരിക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡോളർ പെയർ ആയിട്ട് വരുന്ന എല്ലാത്തിനെയും അത് ബാധിക്കും. മനസ്സിലായോ? ഇനിയിപ്പോ ഇവിടെ യൂറോയിലാണ് ഒരു ന്യൂസ് വരുന്നതെന്നുണ്ടെങ്കിൽ യൂറോ പെയർ ആയിട്ട് വരുന്ന യൂറോ USDനെ ബാധിക്കും, യൂറോ GBPനെ ബാധിക്കും. മനസ്സിലായോ? അത് പെയർ ആയിട്ട് വരുന്ന എല്ലാത്തിനെയും ഇതെന്ത് ചെയ്യും, ഈ ഒരു ന്യൂസ് ബാധിക്കും. ഓക്കെ. ഇനി അത് തന്നെ ഏത് സമയമാണ് വരുന്നത്? തിങ്കളാഴ്ച വൈകിട്ട് 8:30ക്കാണ് ഈ ഒരു ന്യൂസ് ഇവിടെ വരുന്നത്. ഓക്കെ. 8:30ക്ക് ഏത് സെഷനാണ് ഓപ്പൺ ആയി കിടക്കുക? മേജർ സെഷൻ ഏതാണ്? ന്യൂയോർക്ക്. ന്യൂയോർക്ക്. അപ്പം ന്യൂയോർക്ക് സെഷനിൽ 8:30ക്ക് ഇന്ത്യൻ ടൈം 8:30ക്ക് ഒരു മേജർ ന്യൂസ് അവിടെ വരാനുണ്ട്. ഓക്കെ. നമ്മൾ ഈ കാര്യം മെയിൻലി അറിഞ്ഞിരിക്കുക.
ഇവിടുത്തെ ഈ പാർട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇത് എന്തൊക്കെയാണെന്ന് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇതേ ന്യൂസ് കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വന്ന ഡേറ്റും സമയവും ഡാറ്റാസ് ഒക്കെ ഇവിടെ കിട്ടും. ആ സമയത്ത് വന്ന മാർക്കറ്റിൽ വന്ന മൂവ്മെന്റ്സ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഫണ്ടമെന്റലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, ഈ ഒരു ടൈമിൽ അവിടെ ന്യൂസ് വരുന്നുണ്ട്, ആ ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് തേഴ്സ്ഡേ ട്യൂസ്ഡേ ചെക്ക് ചെയ്ത് നോക്കാം. ട്യൂസ്ഡേ സാറേ ആ ഇപ്പൊ ഞാനൊരു അതിനകത്ത് ഡൗട്ട് ചോദിക്കട്ടെ? റെഡ് ആയിട്ട് വരുന്നത് മാത്രമല്ല അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഓറഞ്ച് ആയിട്ട് വരുന്നത് അധികം ഇമ്പാക്ട് ഉണ്ടാവാറില്ലല്ലോ. ഇല്ല, ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് കാണിക്കുന്ന, ഏറ്റവും കൂടുതൽ വോളറ്റിലിറ്റി കാണിക്കുക ഈ റെഡിലായിരിക്കും. ഓക്കെ, സാറേ നമ്മൾ ഈ ന്യൂയോർക്ക് ടൈമും ഇന്ത്യൻ ടൈമും നമ്മൾ എത്ര ടൈമിന്റെ ഡിഫറൻസ് ഉണ്ട്? ഡിഫറൻസ് ഐ തിങ്ക് കറക്റ്റ് എനിക്കറിയില്ല ബ്രോ. ലൈക്ക് ഞാനൊക്കെ ന്യൂയോർക്ക് ടൈമിലാണ് ചാർട്ട് നോക്കാറുള്ളത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ അടുത്ത സെഷനിൽ പറയാം ന്യൂയോർക്ക് ബ്രോ. ടൈമില് കിൽസോണിന്റെ ന്യൂയോർക്ക് 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മണിക്കൂർ. ഓക്കെ, 6:30 ന്യൂയോർക്ക് സ്റ്റാർട്ട് ആ ചെയ്യുന്നത്. 6:30 5:30 അത് ആവുമ്പോ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും ബ്രോ. അത് ഇന്ത്യൻ ടൈം അല്ലേ അത്? ഇന്ത്യൻ ടൈം, Right. ഇന്ത്യൻ അതെ ടൈം. അതെ. ഓക്കെ, ഇനി കണ്ടോ ട്യൂസ്ഡേ GBPയിൽ മേജർ ഇമ്പാക്റ്റ് ഉള്ള ന്യൂസ് വരും. ആനുവൽ ബജറ്റ് റിലീസ്, അവിടുത്തെ ബ്രിട്ടനിലെ ബജറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ആ സമയത്തൊക്കെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള വോളറ്റൈലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതന്നെ എപ്പോഴാ വരുന്നത്? ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക്, ഇന്ത്യൻ സമയം 6 മണിക്കാണ് വരുന്നത്. മനസ്സിലായോ? ഇനി ഫോർത്തില് നമുക്ക് ഇവിടെ ഉണ്ടോ ADP ഇപ്പൊ നോൺ നിലവിൽ ഫാം കിടക്കണ വരുന്നുണ്ട്. ഇന്ത്യൻ ടൈം അല്ലേ അത്? ഇത് ഇന്ത്യൻ ടൈമാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, മേജർ ന്യൂസ് ടു ലുക്ക് ഇൻ ടു. ഈ റെഡ് ഫോൾഡർ ന്യൂസ് കുറെ ഉണ്ടെന്ന് കണ്ടു അല്ലെ. കോർ സെയിൽ ഉണ്ട്, റീറ്റെയിൽ സെയിൽ ഉണ്ട്, നോൺ ഫാം എംപ്ലോയ്മെന്റ് ഉണ്ട്, ഇങ്ങനെ കുറെ ന്യൂസസ് ഉണ്ട്. റെഡ് ഫോൾഡറിൽ വരുന്ന തന്നെ കുറെ ന്യൂസസ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസസ് ആണ് എന്ത്, ഈ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ന്യൂസസ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കണ്ടോ NFP എന്ന് പറയുന്ന ന്യൂസ് ആണ് ആക്ച്വലി ഈ നോൺ ഫാം പേറോൾസ് എന്ന് പറയുന്ന ന്യൂസ്. ഓക്കെ, അതേപോലെ ഫെഡ് ചെയർമാൻ പവൽ. ഇപ്പൊ നിങ്ങളിപ്പോ ചിലപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഓരോ റീൽസ് ഒക്കെ ഉണ്ടാവും, ഒരാൾ വന്നുകൊണ്ട് പിന്നെ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങി വരുന്നു എന്നുള്ളൊക്കെ ഒരു റീലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ഒരു മീം പോലെ. അതേപോലെ കൺസ്യൂമർ CPI ന്യൂസ് വരുന്ന ദിവസം. ഇതൊക്കെ ഓരോ രാജ്യത്തെയും എക്കണോമി, ആ രാജ്യത്തിന്റെ ആ ഒരു കറൻസിയുടെ സ്ട്രെങ്തിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ആ സമയത്ത് നല്ല രീതിയിലുള്ള വോളറ്റൈലിറ്റി നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇത്തരം ന്യൂസ് വരുമ്പം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാര്യം. ഇപ്പൊ ഇതിൽ കണ്ടോ നോൺ ഫാം പേറോൾസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. ഇപ്പൊ നമുക്ക് അത് വരുന്ന ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഫ്രൈഡേ എങ്ങനെ ഇതൊന്ന് ഷെയർ ചെയ്യണേ. ആ PDF ഇപ്പൊ ഷെയർ ചെയ്യാം, കാണിച്ചില്ലേ? PDF ആ, ഷെയർ ചെയ്യാം. ഓക്കെ, ഈ ഫോട്ടോ, ഓക്കെ, ഇതോ ഇതിപ്പോ കാണിച്ച ഫോട്ടോ ആ ഇല്ലേ? ഈ PDF മൊത്തമായിട്ട് ഷെയർ ചെയ്യാം ബ്രോ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം ഈ NFP എന്ന് പറയുന്ന ഈ ഒരു ന്യൂസ് ആക്ച്വലി വരുന്ന വെള്ളിയാഴ്ച 6 കണ്ടോ, മാർച്ച് 6 വരുന്നുണ്ട്. എവിടെ? നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് വരുന്നുണ്ട്. അന്ന് തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റും വരുന്നുണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസാ. അതൊക്കെ എപ്പോഴാ വരുന്നത്? ഈ ന്യൂസ് ഈ എല്ലാം 5 ന്യൂയോർക്ക് ടൈം. ന്യൂസും വൈകിട്ട് 7 മണിക്ക് എന്ത് ചെയ്യും, റിലീസാവും. ഓക്കെ, എന്തുകൊണ്ട് ഈ NFP വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പം കഴിഞ്ഞ ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ചാർട്ട് ജസ്റ്റ് ഞാൻ നോക്കാം. കഴിഞ്ഞ NFP വന്ന ഡേറ്റ് എന്നാണ് ജസ്റ്റ് നമുക്ക് നോക്കാം. നവംബർ 20, ജനുവരി 9 വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 11 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അന്നത്തെ ദിവസം മാർക്കറ്റിൽ എത്രത്തോളം മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ചാർട്ട് എടുക്കുന്നു. ഇത് EURUSDയുടെ ചാർട്ടാണ്. ഓക്കെ, കാണുന്നുണ്ടോ? ചാർട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഈ ഏറ്റവും താഴെയുള്ള ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ഒരു കലണ്ടർ ചിഹ്നം,
ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേറ്റിലേക്ക് പോവാം. എന്നായിരുന്നു ഫെബ്രുവരി 11. ഓക്കെ, ഞാൻ ആ ഫെബ്രുവരി 11 ആ ഒരു ഡേറ്റിലേക്ക് പോയി. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇതാണ് ആ ഒരു ഫെബ്രുവരി 11 അന്നത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, അന്നത്തെ ദിവസത്തെ മാർക്കറ്റിൽ വരുന്ന മൂവ്മെന്റ്സ് മൊത്തം ഒരു ദിവസത്തെ ചാർട്ടാണ്. ഇനി നമുക്ക് ഒന്ന് ചാർട്ട് 7 മണിക്കാണ് ആ ന്യൂസ് വരിക അല്ലേ? ഓക്കെ, ഇവിടെ ഇപ്പം എൻ്റെ ഒരു മിനിറ്റ്, ഇവിടെ നിങ്ങൾ കണ്ടോ, ഞാനിവിടെ ചാർട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ UTC -5 ഓക്കെ, അഥവാ ന്യൂയോർക്ക് ടൈമിലാണ് ചാർട്ട് യൂസ് ചെയ്യണത്. ഇത് രണ്ട് രീതിയിലും യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് യൂസ് ചെയ്യണതാണ്. ഞാൻ ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് 5:30 മാറ്റുകയാണ്. ഓക്കെ, ഇന്ത്യൻ ടൈമിലേക്ക് ചാർട്ട് മാറ്റിയിട്ടുണ്ട്. ആ ന്യൂസ് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞേ? 7 മണിക്കല്ലേ? ഇതിപ്പം വരുന്ന മാർച്ച് 6 7 മണിക്ക് ന്യൂസ് വരും. ഇനി ഫെബ്രുവരി 11 എപ്പോഴാ ന്യൂസ് വന്നേ നോക്കാം. അതും 7 മണിക്ക് തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ, 7 മണി UST നോൺ ഫാം. ഓക്കെ, അപ്പൊ ഞാൻ USTയുടെ ചാർട്ട് എടുത്തു. അപ്പൊ 7 മണിക്ക് വന്ന ഒരു വോളറ്റിലിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോ മാർക്കറ്റിൽ സമയം 6:40. ഓക്കെ, 6 ഇപ്പോൾ 6:55. 7 മണി എന്നുള്ള ആ ടൈമിലാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യണത്? ആ ന്യൂസ് വരുന്നത്. ആ ന്യൂസ് വരാൻ പോവാണ്. ഇവിടെ കണ്ടോ, നോൺ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, നോൺ ഫാം പേറോൾസ് 7 മണിക്ക് വരുന്നുണ്ട്. അപ്പം ഇതുവരെ ഇത് മാർക്കറ്റിൽ നമുക്ക് ചെറിയ ചാർട്ടിൽ ചെറിയ കാണാൻ പറ്റുമോ? എങ്ങനാ മാർക്കറ്റ് നമുക്കത് കാണാൻ പറ്റുമോ ന്യൂസ് വരുന്നത്? ഇത് ലൈവായിട്ട് കാണാം. സെറ്റ് അല്ല, ഇത് നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂവിനകത്ത് ന്യൂസസ് എന്ന് ആ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. അത് ന്യൂസ് ആൻഡ് ഇവന്റ്സ് എന്നുള്ള പാനലിൽ പോയി നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഒരു സെറ്റിങ്സിനകത്ത് ഈ ഇവന്റ്സ് കണ്ടോ, ഇതിൽ ഈ എക്കണോമിക് ഇവന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ താഴെയും ഇവിടെ ഏതൊക്കെ ഇതേപോലെ ഒന്ന് ഓൺ ആക്കണം സാറേ? ഈ സെറ്റിങ്സിൽ പോവുക, അതിൽ ഇവന്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എക്കണോമിക് ഇവന്റ്സ്, ഓൺലി ഫ്യൂച്ചർ ഇവന്റ്സ്, ലേറ്റസ്റ്റ് ന്യൂസ്, ഇത് ഓക്കെ കൊടുക്കുക. ഇത് മൂന്ന് മാത്രം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ താഴെ റൗണ്ടിലും ഈ ന്യൂസ് ഇവിടെ കാണാൻ പറ്റും. ഉം. ഓക്കെ, അപ്പൊ ഇനി ആ ന്യൂസ് വരുന്ന സമയത്തുള്ള കാൻഡിലിന്റെ മൂവ്മെന്റ് ഒന്ന് നോക്കാം നമുക്ക്. കണ്ടോ, ഇതുവരെ ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് ആണോ ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയത്? അല്ല അല്ല. കണ്ടോ, ഇപ്പൊ ഇതുവരെ മാർക്കറ്റ് വളരെ ചെറിയ ചെറിയ രീതിയിലാണ് പോയത്. ആ ഒരു ഒറ്റ 5 മിനിറ്റിന്റെ കാൻഡിൽ നോക്കിയേ, വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ വന്നു. കണ്ടോ? അപ്പോ സപ്പോസ് നമ്മൾ ഒരു ട്രേഡർ ഇവിടുന്ന് ട്രേഡ് എടുത്തെന്ന് വിചാരിക്കുക. ഇവിടുന്ന് അയാള് ബൈ ആണ് എടുത്തത്. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ട്രേഡ് എടുത്തത്. ഇയാൾക്ക് ന്യൂസിന്റെ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഇയാൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഇവിടെ ആയിരുന്നു. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് സപ്പോസ് $50 പോകുന്നു വിചാരിക്കുക. ന്യൂസ് ടൈം ആണെന്ന് അയാൾക്ക് അറിയില്ല. ആ ന്യൂസ് ടൈമിന് തൊട്ട് മുമ്പായിട്ട് ഓർഡർ പ്ലേസ് ചെയ്തു. അപ്പൊ മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആയി. ന്യൂസ് ടൈം ഇനി അയാളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ടാർഗറ്റ് എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, ഇത് ആക്ച്വലി അയാൾക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. കാരണം ന്യൂസിന്റെ ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ല രീതിയിൽ താഴേക്ക് ഡൗൺ ആയി. ഓക്കെ, പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ന്യൂസ് ടൈമിലാണ് ഇയാൾക്ക് ഇവിടെ SL അടിക്കണത്. ശരിയല്ലേ? ന്യൂസ് ടൈമിലാണ് ഇയാൾക്ക് ഇവിടെ SL കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ പ്രതീക്ഷിക്കണ ആ $50 ആവൂല അവിടെ SL ആയി കിട്ടുക. ചിലപ്പോൾ $80, ചിലപ്പോൾ $70 ഒക്കെ നല്ല രീതിയിൽ ചെറിയൊരു സ്ലിപ്പേജ് അയാൾക്ക് ഇവിടെ കിട്ടും. ഇയാൾ SL സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക $50 പക്ഷെ ആ നേരത്ത് ന്യൂസിന്റെ ആ ഒരു എഫക്റ്റ് കാരണം, ന്യൂസിന്റെ ആ ഒരു ഇമ്പാക്റ്റ് കാരണം ഇവിടെ അയാൾക്ക് അതിനനുസരിച്ചുള്ള ഓർഡർ ഫില്ല് ചെയ്യാൻ പറ്റാതെ വരും. ബ്രോക്കറിന് ഇവിടെ ഓർഡർ ഫില്ല് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ ഇവിടൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ ഇവിടൊക്കെ പോയിട്ടായിരിക്കും ഈ SL ഓർഡർ ഫില്ല് ആവുക. അപ്പം വീണ്ടും താഴത്തേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണത് അല്ലെ? വീണ്ടും താഴത്ത് പോയിട്ടാണ് അയാളെ സ്റ്റോപ്പ് ലോസ് ഫില്ല് ആവണത്. അപ്പൊ അയാൾക്ക് ഈ $50 എന്നുള്ളതിന് പകരം എത്ര ഡോളർ കിട്ടും? $80 അല്ലെങ്കിൽ $70 ഒക്കെ
ലോസ് കിട്ടും. അതുകൊണ്ടാണ് ന്യൂസ് ടൈമിൽ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ട്രേഡ് എടുക്കാൻ എന്ന് പറയാനുള്ള മെയിൻ കാര്യം. അതും ഇത്തരത്തിൽ ഹൈ ഇമ്പാക്റ്റ് ഉള്ള ന്യൂസ് വരുന്ന സമയത്ത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് ക്ലിയർ ആണ് എന്തുകൊണ്ടാണ് ആ ക്ലിയർ ആണ് സ്റ്റോപ്പ് ക്ലിയർ ആണ്. ലോസും കഴിഞ്ഞിട്ട് താഴോട്ട് പോകുന്നത്? അതായത് സ്ലിപ്പേജ് എന്നാണ് ബ്രോ അതിന് പറയാം. ഓക്കെ, ആ സമയത്ത് നല്ല രീതിയിലുള്ള സ്പ്രെഡ് ഉണ്ടാവും മാർക്കറ്റിൽ തന്നെ നല്ല രീതിയിലുള്ള സ്പ്രെഡ് ഉണ്ടാവും. അപ്പം ഇവിടെയാണ് നമ്മൾ ഓർഡർ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇട്ട് വെച്ചതെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇവിടെ എന്ത് ചെയ്യൂല, ആ ഒരു ഓർഡർ ഫില്ല് ആവൂല. ഇവിടൊക്കെ പോയിട്ടായിരിക്കും ഓർഡർ ഫില്ല് ചെയ്യുക. സാറേ ഇതേ പ്രശ്നം തന്നെ നമ്മള് ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണ സമയത്തും ഉണ്ടാവില്ലേ? ആ എക്സിക്യൂട്ടർ ആയിരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് എക്സിക്യൂട്ടായി കിട്ടൂല. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തന്നെ പ്ലേസ്, ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ആ ഒരു 7 മണിക്ക് പോയിട്ട് ട്രേഡ് എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ തന്നെ പറ്റിയെന്ന് വരില്ല. എറർ അതെ. എറർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. കാരണം അത്രയും വലിയ സ്പ്രെഡ് ആയിരിക്കും മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ മനസ്സിലായോ? വെള്ളിയാഴ്ച ഇന്ത്യ മാർക്കറ്റിൽ ഇതുപോലെ 2.50 ആയപ്പം ഇതുപോലെ വലിയ റെഡ് ക്യാൻഡിൽ വന്നു. ആ ഓക്കെ. എനിക്കത് ഞാൻ ബൈ ചെയ്തായിരുന്നു. ആ ആ അപ്പം എനിക്കത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. പിന്നെ വലിയ റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ ഞാൻ പിന്നെയും ട്രേഡ് എടുത്തു. താഴേക്കാണല്ലോ പോകുന്നത്. ഉം. 3 സ്റ്റോപ്പ് ലോസ് അടിച്ചു. താഴേക്കാണ് പോയത്. ഓക്കെ ഓക്കെ. ഞാൻ ഫുഡ് ഓപ്ഷനായിരുന്നു എടുത്തത്. ഇന്ത്യൻ മാർക്കറ്റ്. ഓക്കെ, ഇന്ത്യൻ ഇന്ത്യ മാർക്കറ്റിലെ. മാർക്കറ്റിൽ. ഓക്കെ. ഇത് ആക്ച്വലി ഫോറക്സ് മാർക്കറ്റിന്റെ കേസിൽ ഇതാണ് ഇവിടുത്തെയും അവസ്ഥ. നമ്മൾ ആ ഓക്കെ ഒരു ഓക്കെ. ന്യൂസ് ടൈമിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോണേ. അല്ലെങ്കിൽ നമ്മൾ പക്ക നമ്മുടെ അനാലിസിസ് പ്രകാരം ആ ന്യൂസിന്റെ മാനിപ്പുലേഷനും നമുക്ക് അറിയാൻ പറ്റണം. അതും നമുക്ക് അറിയാൻ പറ്റും. ലൈക്ക് നമ്മൾ അത്ര രീതിയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഈ ഒരു ട്രേഡും കിട്ടും. പക്ഷെ ഇതാരും പ്രോത്സാഹിപ്പിക്കൂല. ലൈക്ക് ഈ ഒരു ന്യൂസ് ടൈമിൽ ട്രേഡ് എടുക്കാതെ നിൽക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും സേഫ്. മനസ്സിലായോ? ഓക്കെ. 7 മണിക്ക് ന്യൂസ് വരുന്നുണ്ടെങ്കിൽ 7:10 നമുക്കൊരു അപ്രോച്ച് ചെയ്യാൻ പാടില്ലേ? 7 മണിക്കാണ് ന്യൂസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റിന്റെ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു 7:08 7:10 ആകുമ്പോൾ തന്നെ ആ ന്യൂസിന്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അതിന് ശേഷം ഒരു നിങ്ങൾക്ക് 7:15 ലെവൽസ് 7:30 ആയിട്ട് ഏകാലൊക്കെ 7:15. ആയിട്ട് നോക്കിയാൽ മതി. അതാ നല്ലേ. ഓക്കെ, ആ ഒരു ഒരു 15 മിനിറ്റ് വിട്ട് 15 നിന്നിട്ട് മിനിറ്റ്സ് നമുക്ക് കഴിയണം. ആ 15 കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നെക്സ്റ്റ് ട്രേഡ്സ് ഒക്കെ നോക്കാം. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അതാണ് ബെറ്റർ. ഇനി നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. സെന്റിമെന്റൽ അനാലിസിസ്. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിന്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോറക്സ് ഫാക്ടറി എന്നുള്ള വെബ്സൈറ്റ് തുറക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ പറയാനുള്ളത് സെന്റിമെന്റൽ അനാലിസിസ് ആണ്. സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി മാർക്കറ്റിന്റെ ആറ്റിറ്റ്യൂഡ്, ഇപ്പൊ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഇപ്പൊ ചില ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് USD മുകളിലേക്ക് പോകും എന്നുള്ള ചിലപ്പോൾ അവർ ഒരു ട്വീറ്റ് നടത്തും, അല്ലെങ്കിൽ അവർ അവരുടെ ഒരു എക്കണോമിക് റിവ്യൂ നടത്തും. അതിനനുസരിച്ച് ഈ വലിയ ബിഗ് പ്ലേയേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, സെന്റിമെന്റൽ അനാലിസിസ്. ആക്ച്വലി ഇത് നമ്മളെ സംബന്ധിച്ച് ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. കാരണം നമ്മൾ ഇത് നോക്കിയിട്ടല്ല ട്രേഡ് എടുക്കുന്നത്. നമ്മൾ എന്തൊക്കെ നോക്കിയിട്ടേ ട്രേഡ് എടുക്കുള്ളൂ? ഫണ്ടമെന്റൽ അനാലിസും ടെക്നിക്കൽ അനാലിസും മാത്രമേ നമ്മൾ ഇവിടെ നോക്കുള്ളൂ. ഇത് അതായത് ഈ ആക്ച്വലി സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോഴേ ആ അവിടെയല്ലേ നമുക്ക് ഈ കൂടുതൽ വിക്സും കാര്യങ്ങളൊക്കെ വന്നത്? വിക്സ് മനസ്സിലായല്ലോ ബ്രോ. അതാ വിക്സ് അവിടെ അല്ലല്ലോ മനസ്സിലായെന്ന് ബ്രോ പറഞ്ഞു കഴിഞ്ഞാൽ വരാ. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾ പാനിക്കാവുന്നൊരു പിന്നെ അവര് അതാണ് അതായത് ആക്ച്വലി നമ്മൾ ബ്രോ ആൾക്കാര് പറഞ്ഞത്. അത് നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസിലൂടെ കിട്ടും, ആ ന്യൂസ് ഇവന്റ്സ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ ആക്ച്വലി നമ്മളെ പോലുള്ള ചോദിക്കാനല്ല ഇപ്പൊ റീറ്റെയിലേഴ്സ് അല്ല ഇവിടെ നമ്മൾ ട്രേഡ് ഇത് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണ് ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അവര് ഓവറോൾ സെന്റിമെന്റ് ഉണ്ടാവുമല്ലോ മാർക്കറ്റിനോടുള്ള അപ്രോച്ച്, അതനുസരിച്ചായിരിക്കും അവര് ഇവിടെ ഈ ടൂൾസ് യൂസ് ചെയ്യുക. ഓക്കെ, അതേസമയം നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ ജസ്റ്റ് ഇത് എന്താന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. അതായത് ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇങ്ങനെ ഈ സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ വരുന്ന ഈ റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ, ആ അവർ പാനിക്കാവുന്ന ഒരു സിറ്റുവേഷനിൽ ബൈയും സെല്ലും ചെയ്യുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടല്ലോ. ഇല്ല, അങ്ങനെയല്ല ബ്രോ. കാരണം ഇത് റീറ്റെയിലേഴ്സിനെ അല്ല ഇത് ആക്ച്വലി ബാധിക്കുക. ഇത് അതാണോന്ന് ഇൻവെസ്റ്റേഴ്സ് അറിയാൻ. ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ബാധിക്കുക കേട്ടോ, അതല്ല. ഓക്കെ, ഇനി
ടെക്നിക്കൽ അനാലിസിലേക്ക് വരാം. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വൺ ആണ് എന്താണ് ടെക്നിക്കൽ അനാലിസിസ്. ഈ ഞാൻ ടെക്നിക്കൽ ചോദിച്ചത് വേറെ അനാലിസിന്റെ ഒന്നായിട്ടല്ല. പ്രത്യേകത നമുക്ക് ലാസ്റ്റ് ചോദിക്കാം ബ്രോ. ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ടെക്നിക്കൽ അനാലിസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ മാർക്കറ്റിൽ എന്ത് കാര്യമാവട്ടെ, മാർക്കറ്റിൽ ഇപ്പോൾ ഓരോ മൂവ്മെന്റ്സ് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ SMT എന്നുള്ള സ്ട്രാറ്റജി തന്നെ ആവട്ടെ, എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ അത് സസ്റ്റെയിൻ ചെയ്തു പോണത്? കാരണം മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് മാർക്കറ്റിലേക്ക് പുതിയ ഒരു മോഡൽ മൂവ്മെന്റോ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള മാർക്കറ്റിന്റെ ഒരു അപ്രോച്ചോ ഒന്നും മാർക്കറ്റിലേക്ക് വരുന്നില്ല. മാർക്കറ്റിൽ ഓൾറെഡി എന്താണോ സംഭവിച്ചത് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ് സംഭവിക്കണേ. അതായത് മാർക്കറ്റിൽ ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഓക്കെ, മുമ്പ് ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഈ ഒരു രീതിയിൽ വന്ന സമയത്ത് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇതേ കണ്ടീഷനിൽ ഇതേ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ വീണ്ടും ക്രിയേറ്റ് ആയി. ഇങ്ങനെ ഒരു ഏരിയ മാർക്കറ്റിൽ മുമ്പ് എങ്ങനെയാണോ ആ ഒരു ഏരിയയിലേക്ക് വന്നത്, ആ ഏരിയയിലേക്ക് വന്ന പോലെ തന്നെ പിന്നെയും വന്നു. വീണ്ടും നമുക്ക് ഇവിടുന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യാം? മുമ്പത്തെ ഈ ഒരു കാര്യം തന്നെ എക്സ്പെക്ട് ചെയ്യാം. കാരണം മാർക്കറ്റിൽ പുതിയ കാര്യങ്ങളല്ല സംഭവിക്കണത്. ഓക്കെ, ആ ഒരു ഹിസ്റ്ററി വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഈ പറയുന്ന സ്ട്രാറ്റജീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിന്ന് പോകുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഓരോ ദിവസം കഴിയുമ്പോൾ മാർക്കറ്റ് വേറെ വേറെ രീതിയിലാണ് ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോരോ സ്ട്രാറ്റജീസും കൊണ്ടുവരണം, അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനല്ലല്ലോ സംഭവിക്കണേ. ഇപ്പം SMC എന്നൊക്കെ പറഞ്ഞാൽ ഇന്നും ഇന്നലെ ഉണ്ടായ സ്ട്രാറ്റജി അല്ലല്ലോ, കുറെ മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സ്ട്രാറ്റജിയാണ്. അപ്പൊ അതിനർത്ഥം എന്താ? മാർക്കറ്റ് മുമ്പും ഇതേപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഏരിയയിൽ വീണ്ടും ഇതേപോലെ അതേ ഒരു കണ്ടീഷനൊക്കെ മെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ റിസൾട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നിലനിന്ന് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, മുമ്പത്തെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുമ്പത്തെ ആഴ്ചകളിൽ മാർക്കറ്റ് എന്താണോ ചെയ്തത് അതിനനുസരിച്ച് വരും ആഴ്ചകളിലേക്ക് മാർക്കറ്റ് ബിഹേവ് ചെയ്യുമ്പോൾ അതേ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ട്രൈ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? ടെക്നിക്കൽ അനാലിസിസ്. സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒന്നും പുതിയതായിട്ടുള്ള ഒരു കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. മാർക്കറ്റിലൊക്കെ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് സംഭവിക്കണത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് ചൂസ് ചെയ്യണത്. SMC ആവട്ടെ, കാര്യങ്ങളാവട്ടെ, എന്തോ ആവട്ടെ. അപ്പോൾ ഈ SMC ഒക്കെ നമ്മൾ ചൂസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ചാർട്ട് വെച്ചിട്ട് മനസ്സിലാക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുക. ഓക്കെ, ഈ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഈ ഫണ്ടമെന്റൽ അനാലിസിസും കൂടി ചേർത്തിയിട്ടായിരിക്കും നമ്മളൊരു ട്രേഡിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. അതായത് ഞാൻ ഈ ചാർട്ടിലേക്ക് വരാം. അപ്പൊ ഈ ചാർട്ട് കാണുന്നുണ്ടോ? എല്ലാവർക്കും ചാർട്ട് കാണുന്നില്ലേ? ഓക്കെ, അപ്പം കാണുന്നുണ്ട്. ടെക്നിക്കൽ അനാലിസിന്റെ ബേസിക്കിലേക്ക് കിടക്കുകയാണ് നമ്മൾ. ഓക്കെ, ഇതുവരെ നമ്മൾ ഫുൾ തിയറി പാർട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഫുള്ള് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ, EURUSD എന്നുള്ള ഈ ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. 5 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 അവർ, 4 അവർ, ഡെയിലി, വീക്കിലി, മന്ത്ലി, ഇങ്ങനെ കുറെ ടൈമുകൾ കാണുന്നുണ്ട്. ഇത് ആക്ച്വലി എന്താ പറയണതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു ഡേ എന്നുള്ള ഈ D എന്നുള്ള ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ചാർട്ടിന്റെ കോലം മാറി, അല്ലേ? ഇനി അതേസമയം ഞാനിവിടെ ഒരു 4 അവർ ആക്കി കഴിഞ്ഞാൽ അതൊന്നും കൂടി എക്സ്പാൻഡ് ആയി. ഓക്കെ, ഞാനിവിടെ ഒരു 15 മിനിറ്റ് എന്നുള്ള ഈ ചാർട്ട് ആക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ആ ഒരു ഏരിയ വീണ്ടും എക്സ്പാൻഡ് ആയി. അപ്പം ഡേ എന്ന് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ ഒരു സംഭവം കണ്ടില്ലേ, ഈ ഓരോ ബ്ലോക്കുകൾ, ഇതിനെയാണ് നമ്മൾ കാൻഡിൽസ് എന്ന് വിളിക്കുക. ഓക്കെ, ബേസിക് ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. കാൻഡിൽസ് എന്നാണ് ഈ ഓരോ ബ്ലോക്കിനെയും നമ്മൾ വിളിക്കുക.
ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഒരു ദിവസത്തെ ക്യാൻഡിലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഞാൻ ചൂസ് ചെയ്ത ടൈം ഫ്രെയിം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ടൈം ഫ്രെയിം. ഓക്കെ, ടൈം ഫ്രെയിം. ഈ ടൈം ഫ്രെയിം ഡെയിലി ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഡെയിലി ചൂസ് ചെയ്യുമ്പോൾ അതിനർത്ഥം എന്താ? ഈ ഓരോ ക്യാൻഡിലും ഓരോ ദിവസത്തെയും മാർക്കറ്റിന്റെ മൂവ്മെന്റ് ആ കാണിക്കുന്നത്. മനസ്സിലായോ? ഇനിയിപ്പോ ഞാൻ അത് മാറ്റിയിട്ട് വീക്ക്ലി ആക്കി. വീക്ക്ലി ആക്കി കഴിഞ്ഞാൽ ഈ ഓരോ ക്യാൻഡിൽസും ഓരോ വീക്കിന്റെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, അതിന് മുന്നത്തെ ആഴ്ച മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ഈ ഓരോ ക്യാൻഡിൽസ് കൊണ്ടും അർത്ഥാക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ 4 അവർ എന്നാക്കി കഴിഞ്ഞാൽ ഓരോ 4 മണിക്കൂറിലും മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇവിടെ കാണാൻ പറ്റുക. മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ. എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ടൈം ഫ്രെയിമിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ബ്ലോക്സിനെ, ഈ ക്യാൻഡിൽസിനെ നമ്മൾ ആക്ച്വലി അനലൈസ് ചെയ്യുന്ന ഈ ഒരു കാര്യമാണ് ആക്ച്വലി എന്തിനു വിളിക്കുക, ഈ ഒരു ടെക്നിക്കൽ അനാലിസിസോട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ഒരു കാൻഡിൽ സ്റ്റിക്സിന്റെ ബേസിക്സ് കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് കാൻഡിൽ സ്റ്റിക്കിന്റെ അനാട്ടമി എന്ന് പഠിക്കാം. അതായത് 2 രീതിയിലുള്ള കാൻഡിൽസ് ആണ് മാർക്കറ്റിൽ ഉണ്ടാവുക. ഉണ്ടോ ഇവിടെ? ബ്ലാക്ക് കളറിലുള്ള കാൻഡിൽ ഉണ്ട്, അതേപോലെ വൈറ്റ് കളറിലുള്ള കാൻഡിൽ ഉണ്ട്. ഓക്കെ, നമുക്ക് കാൻഡിൽസിന്റെ കളറൊക്കെ വേണമെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് മാറ്റാട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് റെഡ് ഗ്രീന് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിന്റെ സെറ്റിങ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരു ബുള്ളിഷ് കാൻഡിൽ ഉണ്ട്, ഒരു ബിയറിഷ് കാൻഡിൽ ഉണ്ട്. എന്താണ് ബുള്ളിഷ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ, എന്താണ് ബിയറിഷ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ? ബുള്ളിഷ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ് ലെവലിൽ നിന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതിനേക്കാൾ മുകളിലുള്ള ഒരു പ്രൈസ് ലെവലിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാനൊരു 4 അവറിന്റെ ക്യാൻഡിൽ എടുത്തു. ഈ 4 അവറിന്റെ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കൂറിൽ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മളോട് പറയണേ. ഓക്കെ, അപ്പം ഈ 4 മണിക്കൂറിന്റെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു റേറ്റിലായിരിക്കും. ഇപ്പൊ സപ്പോസ് ഒരു $10 എന്നുള്ള ലെവലിനാണ് ഈ ഒരു 4 അവർ ക്യാൻഡിൽ ഓപ്പൺ ആയത്. ഓക്കെ, അത് എൻഡ് ആവണ സമയത്ത് ഇതിനേക്കാൾ ഹയർ ആയിട്ടുള്ള മീൻസ് അതിപ്പം എൻഡ് ആവണ സമയത്ത് ഒരു $50 എന്നുള്ള പ്രൈസ് ലെവലിലാണ് ക്ലോസ് ചെയ്തതെന്ന് വിചാരിക്കാം. ആ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്താണ്ട് ഇവിടെ എത്തി. ഓക്കെ, മാർക്കറ്റ് മൂവ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രൈസ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് ഹയർ പ്രൈസ് ലെവലിൽ ക്ലോസ് ചെയ്യണം അത്തരം കാൻഡിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബുള്ളിഷ് കാൻഡിൽ എന്ന് വിളിക്കുക. ഓക്കെ, ബുള്ളിഷ് കാൻഡിൽ എന്ന് വിളിക്കാം. ഞാൻ ഈ ഒരു PDF വരാം. ഇവിടെ കണ്ടോ ബുള്ളിഷ് പാറ്റേൺ അല്ലെങ്കിൽ ബുള്ളിഷ് കാൻഡിൽ എന്ന് വിളിക്കുക. അത് ഓപ്പൺ ചെയ്യണത് താഴത്തുനിന്നായിരിക്കും. താഴെ മീൻസ് ഇപ്പം ഇവിടെ ഒരു $5 എന്നുള്ള ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക എവിടെയാണ്? അതിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂവിലായിരിക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പൊ 5-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 6-ൽ ക്ലോസ് ചെയ്താലും അതൊരു ബുള്ളിഷ് കാൻഡിൽ തന്നെയാണ്. ഓക്കെ, ഇനി ഒരു ബിയറിഷ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തായിരിക്കും? $10 എന്നുള്ള അവിടെ ആയിരിക്കും ഈ ഒരു കാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക എവിടെയാ? അതിനേക്കാൾ ലോവർ പ്രൈസിലായിരിക്കും അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ ഈ ഒരു കാൻഡിൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്. അത് എവിടെയാണ് ക്ലോസ് ചെയ്തത്? ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇത് ഈ റെഡ് കളറിൽ ഇവിടെ മാർക്ക് ചെയ്തപ്പെട്ട്. കാരണം ഈ ഒരു ഹയർ പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്തു, ലോവർ പ്രൈസിൽ ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബുള്ളിഷ് കാൻഡിലിനായാലും ബിയറിഷ് കാൻഡിലിനായാലും വേറെയും കുറച്ച് ഏരിയാസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്, അല്ലേ? ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും ഹൈസ് എന്ന് പറയുന്നത് സെയിം തന്നെ. പക്ഷെ എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? ഓപ്പണും ക്ലോസും മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കാൻഡിൽ കിട്ടിയെന്ന് വിചാരിക്കാം.
ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് എവിടെയായിരിക്കും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക? എയിലാണോ ബിയിലാണോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക? ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. എയിലായിരിക്കും. എ അല്ലെ, എയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം എയിൽ സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയി ഇവിടെ ക്ലോസ് ചെയ്തു. പിന്നെ പഠിച്ചു മുകളിലേക്ക് കഴിഞ്ഞാൽ പോയിട്ടില്ല. ഞാൻ പോകുന്നില്ല. ഇവിടെ മുകളിലേക്ക് പിന്നെ പോയിട്ടില്ല. ഓക്കെ, ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഹൈ ലോ ഓപ്പൺ ക്ലോസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഓപ്പൺ ആണ്. ഓക്കെ, ഇവിടെ ക്ലോസ് ആണ്. ഇവിടെയാണ് ലോ. ഓക്കെ, ഈ ലോ എങ്ങനെ വന്നതെന്ന് പറയാം. ഇവിടെയാണ് ലോ. ഓക്കെ, അപ്പോ ഇതിന്റെ ഹൈ എവിടെയാണ്? ബി. അതെ, ഇതിന്റെ ഹൈ ഇവിടെ തന്നെയാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഓക്കെ, എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ട് അല്ലേ? ഈ ഒരു സെക്കൻഡ് ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു സെക്കൻഡ് ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. ഇത് ആക്ച്വലി ഉണ്ടായൊരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി. ഇവിടെ ഓപ്പൺ ആയി മാർക്കറ്റ് ഒന്ന് താഴേക്ക് പോകാൻ നോക്കി. പിന്നെ എന്ത് ചെയ്തു? വീണ്ടും മുകളിലേക്ക് കയറി 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 വന്നിട്ട് ഇവിടെ എത്തി. ഇവിടെ ഓപ്പൺ ആയി മാർക്കറ്റ് ഒന്ന് താഴെ വരെ വരാൻ നോക്കി. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? വീണ്ടും മുകളിലേക്ക് കയറി കയറി പോയി. ഇത്രയും ഹൈ പോയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ക്യാൻഡിൽ ഇത്രയും ഹൈ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ക്ലോസ് ചെയ്തോ? ഇവിടെ അല്ല ക്ലോസ് ചെയ്ത്. മാർക്കറ്റ് എന്ത് ചെയ്തു? തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ഇറങ്ങി. ഇവിടെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഈ പോയ ഏരിയ ഉണ്ടല്ലോ, മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയ ഏരിയയിൽ ഒരു വര വന്നിട്ടു. ഇവിടെ മാത്രമേ ബോഡി ഉള്ളൂ അല്ലേ? ഒരു കട്ടിയായിട്ട് ഒരു ക്യാൻഡിൽ ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ജസ്റ്റ് ലൈന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ക്യാൻഡിലിന്റെ ഈ ഒരു പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വിക്ക് അല്ലെങ്കിൽ ഷാഡോ. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക വിക്ക് ആയിരിക്കും. ഓക്കെ, ഈ ബോർഡിന്റെ ഷാഡോ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, ആക്ച്വലി ഈ ക്യാൻഡിലിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബോഡിയാണ് അല്ലെ? ഇവിടെയും വിക്ക് വരാനുള്ള റീസൺ എന്താ? ഇവിടെ ഓപ്പൺ ആയി ഒന്ന് താഴെ പോയി, താഴേക്ക് പോകാൻ നോക്കിയതാണ്, പക്ഷെ പറ്റിയില്ല. മാർക്കറ്റ് ഒന്ന് താഴെ പോയി വീണ്ടും മുകളിലേക്ക് തന്നെ കയറി വന്നു. മനസ്സിലായോ? ഇനി അടുത്തൊരു ക്യാൻഡിൽ എടുക്കാം. ഇതാ ഈ ഒരു ക്യാൻഡിൽ എടുക്കാം. ഈ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ്. അപ്പൊ ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. നമുക്ക് ഈ ഒരു കളർ വെച്ചിട്ട് മനസ്സിലായി. അപ്പൊ ഇത് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തു മാർക്കറ്റ്, ഒന്ന് മുകളിലേക്ക് പോകാൻ നോക്കി, വീണ്ടും തിരിച്ചിറങ്ങി. അപ്പൊ ഇവിടെ എന്ത് ഫോമായി? ഒരു വിക്ക് ഫോമായി. പിന്നെ അത് താഴേക്ക് ഇറങ്ങി 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 വന്ന് കുറച്ചുകൂടി താഴെ വരെ വരാൻ നോക്കി, വീണ്ടും ഇവിടെ ക്ലോസ് ആയി. അപ്പൊ ഇവിടെ അനദർ വിക്ക് ഫോമായി. ഓക്കെ, ഇനിയിപ്പോ ഈ സെയിം ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആയി താഴെ പോയി തിരിച്ച് കയറി 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 ഇവിടെ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വിക്ക് ഉണ്ടാവില്ല. ഇവിടെയാണ് അത് ക്ലോസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വിക്കിന് പകരം എന്താ ഉണ്ടാവുക? നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബോഡി കിട്ടും. മനസ്സിലായോ? ഇതിന്റെ ഒരു അനാട്ടമി മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, സിമ്പിളായ കാര്യമാണ്. അതായത് ഒരു ക്യാൻഡില് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അപ്പം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡയറക്റ്റ് മുകളിലേക്ക് അങ്ങോട്ട് മൂവ് ചെയ്തൊക്കെയാണ് ഈ ഒരു ഏരിയ വരെ എത്തി. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഓപ്പൺ ചെയ്ത ഏരിയ ഒക്കെ ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. ഇവിടെ ഓപ്പൺ ചെയ്തു. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ താഴെ പോയിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഡയറക്റ്റ് മുകളിലേക്ക് പോയി. പിന്നെ ഇത് മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. ഇതൊരു 4 മണിക്കൂറിന്റെ 4 അവറിന്റെ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. ഇവിടെ ക്ലോസ് ചെയ്തു. ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി ഈ മുകളിലേക്ക് പോയി തിരിച്ചിറങ്ങിയ ഏരിയയിൽ എന്ത് ഫോം ചെയ്യും? ഒരു വിക്ക് ഫോം ചെയ്യും. ഓക്കെ, അതേസമയം മാർക്കറ്റ് ഇവിടെ താഴേക്ക് പോന്നിട്ടുണ്ടോ? ഇല്ല, മാർക്കറ്റ് ഇവിടുന്ന് ഡയറക്റ്റ് മുകളിലേക്ക് പോയതാണ്. അപ്പൊ ഇവിടെ ഒരു വിക്ക് ഫോം ചെയ്യോ? ഇവിടെ ഒരു വിക്ക് ഫോം ചെയ്യാൻ സാധ്യത ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ മാർക്കറ്റ് ഇത് ഓപ്പൺ ചെയ്തത് ഈ ഒരു സമയത്ത് ഒന്നിങ്ങനെ താഴേക്ക് ഇറങ്ങി പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടാണ് മുകളിലേക്ക് പോയെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? ഒരു വിക്ക്. എത്രത്തോളം അത് താഴെ പോയിട്ടുണ്ടോ അത്രത്തോളം നമുക്ക് അവിടെ ഒരു വിക്ക് അവിടെ കാണാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇതാണ് സിംപ്ലി ഒരു കാൻഡിൽ സ്റ്റിക്കിന്റെ അനാട്ടമി എന്ന് പറയുന്നത്. ബുള്ളിഷ് കാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രൈസിൽ ഓപ്പൺ ചെയ്തിട്ട് അതിനേക്കാൾ ഹയർ പ്രൈസിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ബിയറിഷ് കാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ, ബിയറിഷ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ താഴെ കളർ ഈ റെഡ് കളറിലുള്ള കാൻഡിൽ ആയിരിക്കും. ഇപ്പൊ നമുക്ക് കളറൊക്കെ മാറ്റി കഴിഞ്ഞാൽ റെഡ് കളറിനൊന്നും പഠിക്കണ്ട, അതിന്റെ ഓപ്പൺ എവിടെ ഹൈ ക്ലോസ് എവിടെ എന്നുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. ഈ കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റി ചെയ്യാം, അങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം, അതിനൊന്നും പ്രശ്നമല്ല. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഒരു കാൻഡില്, ഈ ഒരു കാൻഡിൽ ഉണ്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഒരു കാൻഡില് ആക്ച്വലി ബുള്ളിഷ് കാൻഡിലാ അല്ലെ? മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ബുള്ളിഷ് കാൻഡിലാണ്. ഇവിടെയാണ് ഓപ്പൺ, അതിന്റെ ക്ലോസ് ഇവിടെയാണ്. ഓക്കെ, കണ്ടില്ലേ? ഇതെല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? എവിടെയാണ് ഓപ്പൺ? ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെയാണ് ക്ലോസ്. കാരണം ബുള്ളിഷ് കാൻഡിലാണ്. ലോവർ പ്രൈസസിൽ ഓപ്പൺ ആയി, ഹയർ പ്രൈസസിൽ ക്ലോസ് ആയി. ഇവിടെ ഹൈ ഉണ്ട്, ഇവിടെ ലോ ഉണ്ട്. അടുത്ത കാൻഡിൽ എവിടെയാണ് ഓപ്പൺ ചെയ്യണതെന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, അടുത്ത കാൻഡിൽ ഓപ്പൺ ചെയ്യണത് എവിടെയാണ്? ഓക്കെ, അടുത്ത കാൻഡിൽ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ? ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത കാൻഡിൽ എവിടെയാ ഓപ്പൺ ചെയ്തത് നോക്കിയേ. ഇവിടുന്നാണ് ആ റെഡ് തുടങ്ങിയത് അല്ലേ? എന്നിട്ട് എവിടെ ക്ലോസ് ചെയ്തു? ഇവിടെ ക്ലോസ് ചെയ്തു, ഈ ഏരിയയിൽ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത കാൻഡിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണത് നോക്കാം. കണ്ടോ? ഇവിടുന്നാണ് അത് ഓപ്പൺ ആവണേ. മുന്നത്തെ കാൻഡിൽ എവിടെയാണോ ക്ലോസ് ചെയ്തത് അവിടെയാണ് അടുത്ത കാൻഡിൽ എന്ത് ചെയ്യണത്? ഓപ്പൺ ആവണത്. അപ്പോൾ ഒരു കാൻഡിലിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ അത് എവിടെ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഈ ക്ലോസിനനുസരിച്ചാണ് അടുത്തൊരു കാൻഡിൽ വരിക. അപ്പൊ ഇതൊരു ബിയറിഷ് കാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ക്ലോസ് ചെയ്തു. അടുത്തൊരു കാൻഡിൽ ഈ ക്ലോസിങ്ങിലാണ് ഓപ്പൺ ആവുക. മനസ്സിലായോ? ഈ കാൻഡിലും ബിയറിഷ് ആണ്, താഴെയാണ് ക്ലോസ് ചെയ്ത്. അപ്പോൾ അടുത്തൊരു കാൻഡിൽ വന്ന് ഇങ്ങനെ ക്ലോസ് ആയി. ഇവിടെ ക്ലോസ് ചെയ്താൽ അടുത്ത കാൻഡിൽ എവിടെ ഓപ്പൺ ആവും? ഇവിടെ തന്നെ ഓപ്പൺ ആവും. ഓപ്പൺ ആയിട്ട് പ്രൈസ് മുകളിലേക്കാണ് മൂവ് ചെയ്തത്, ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത കാൻഡിൽ എവിടെയാണ് ഓപ്പൺ ആവുക? ഇവിടെ ആയിരിക്കും ഓപ്പൺ ആവുക. മനസ്സിലായോ? കൺഫ്യൂസ്ഡ് ആയോ? ഇല്ല ഇല്ല മനസ്സിലായി. മനസ്സിലായി. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിലിന്റെ ക്ലോസ് ആണ്. ഓക്കെ, ഒരിക്കലും ലോ ഹൈ അല്ല, അതിന്റെ ഒരു ക്ലോസ് അല്ലെങ്കിൽ ഓപ്പൺ അല്ല. എവിടെയാണോ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്തത് അതാണ് ഒരു കാൻഡിലിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് ക്ലിയർ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ട്രെൻഡിലേക്ക് വരികയാണ് വേണ്ടത്. അതായത് അതൊക്കെ ഇനി നെക്സ്റ്റ് സെഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കിയ കാര്യങ്ങളിൽ, അതായത് ടെക്നിക്കൽ അനാലിസിസ്, അതേപോലെ ഫണ്ടമെന്റൽ അനാലിസിസ്, പിന്നെ ബൈ സെല്ല്, ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ചാറ്റ് ബോക്സിലോ മൈക്ക് ഓപ്പൺ ആയിട്ടോ ഒക്കെ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായി? ഡൗട്ട്സ് ഒന്നുമില്ല? ചില കാൻഡിൽസ് പ്രീവിയസ് കാൻഡിലിന്റെ സെന്ററിൽ നിന്നൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അത് സംഭവിക്കാറുണ്ട്. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഈ ഒരു കാൻഡിൽ, ഈ ഒരു കാൻഡിൽ. ഓക്കെ, ഇവിടെ പ്രൈസ് ഈ സ്ലിപ്പ് കാൻഡിൽ ആകുന്നു. ക്ലോസ് ആയി. അല്ലല്ല,
ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയി, അടുത്ത ക്യാൻഡിൽ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഓപ്പൺ ആയി അല്ലേ? അത് ക്ലോസ് ചെയ്തത് എവിടെയാ? അതിന് തൊട്ട് മുകളിൽ ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ചാർട്ടിൽ കണ്ടോ, അടുത്ത ക്യാൻഡിൽ എവിടെയാ ഓപ്പൺ ആയേ? ഇവിടെയാണ് ഓപ്പൺ ആയത്. ഇത് എവിടെ ഓപ്പൺ ആവണം? ഈ ക്ലോസിൽ ഓപ്പൺ ആവണം. പകരം എവിടെയാ ഓപ്പൺ ആയത്? ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓപ്പൺ ആയത്. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നിങ്ങൾ ട്രേഡ് ഗ്യാപ്പ് ചെയ്തിട്ട്, അതെ, ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഗ്യാപ്പ് അപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് നോക്കിയേ. അതവിടെ ബയേഴ്സ് ഇല്ലാത്തോണ്ടാണോ സാർ അത്? അല്ല, ഇത് ആ ഒരു ടൈമിൽ ഇവിടെ ബൈയിങ് നടക്കുന്നതുകൊണ്ടാണ്. അതായത് മാർക്കറ്റിന്റെ ആ ഒരു ഡാറ്റയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ പ്രീ മാർക്കറ്റിൽ ഇവിടെ ബൈയിങ് നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഇത് എപ്പോഴാ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് നോക്കിയേ? ഫ്രൈഡേ അല്ലേ? ഈ ക്യാൻഡിൽ എപ്പോഴാ ഓപ്പൺ ചെയ്തേ? മൺഡേ. മൺഡേ. നിങ്ങൾക്ക് അധികവും ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റുക ഫ്രൈഡേ ടു മൺഡേ, ആ ഒരു ഗ്യാപ്പിലായിരിക്കും. ഫ്രൈഡേ മാർക്കറ്റ് എവിടെ ക്ലോസ് ചെയ്തോ, പിന്നെ മൺഡേ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യണോ, അവിടെ ആയിരിക്കും നിങ്ങൾക്ക് അധികവും ഇങ്ങനെ ഒരു എന്ത് കാണാൻ പറ്റുക, ഗ്യാപ്പ് കാണാൻ പറ്റുക. ഇത് ഫോറസ്റ്റ് മാർക്കറ്റിൽ ഇങ്ങനെ ഫോറസ്റ്റ് ഉണ്ടാവില്ല. മാർക്കറ്റിൽ ആക്ച്വലി ഡെയിലിയിലൊന്നും ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്ന പോലെ ഗ്യാപ്പുകൾ ഉണ്ടാവില്ല. അധികം ഈ വീക്കെൻഡിൽ വരുന്ന ഗ്യാപ്പുകളെ ഉണ്ടാവുള്ളൂ. അതിന് എല്ലാ വീക്കിലും ഉണ്ടാവണം നിർബന്ധമില്ല, ചില വീക്സിൽ മാത്രമേ കാണാറുള്ളൂ. ഓക്കെ, ഇതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് അപ്പ് എന്നുള്ള, ഈ ഗ്യാപ്പ് നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യാന്നൊക്കെ നമ്മൾ ആ ഒരു ലിക്വിഡിറ്റിന്റെ സെഷനിൽ പറയൂ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇതുകൊണ്ടാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അൻസി ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ ആയി. ഓക്കെ, ഫൈൻ. വേറെ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? സാറേ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ ഇപ്പൊ നമ്മളിവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് പിന്നെ ഗ്യാപ്പ് അപ്പിലാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. ആ അപ്പൊ നമ്മളത് ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ ആയിട്ട് ഇപ്പൊ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് അതിന്റെ താഴെയായിട്ട്, അതായത് ഇവിടെ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, നമ്മൾ അന്ന് ആ നൈറ്റ് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. അതായത് ഇങ്ങനെ ഗ്യാപ്പ് അപ്പ് ആവും നമുക്ക് അറിഞ്ഞൂടാ. ആ പിറ്റേ ദിവസം ഓപ്പൺ ആവുന്ന മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അറിയില്ല. ഓക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ വെച്ച് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടേക്കുവാണ്, മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ള രീതിയിൽ ആ ഈ ഗ്യാപ്പിനുള്ളിൽ. ആ അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ആ അപ്പം ആ ആ ഒരു ഓർഡർ സ്പ്രെഡിനനുസരിച്ച്, ആ ഒരു ഓർഡറിന് ഇപ്പൊ നമ്മള് മാർക്കറ്റ് ഓപ്പൺ ആയി നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഓർഡർ ഇടാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റ് ക്ലോസ് ആയി കഴിഞ്ഞതിന് ശേഷം ഇടാൻ പറ്റൂല. ഓക്കെ, ഫ്രൈഡേ നമുക്ക് നിങ്ങൾ ആ ഒരു 12 മണി അല്ലെങ്കിൽ എത്രയാണോ ടൈം, ഇന്ത്യൻ ടൈം എപ്പോഴാണോ മാർക്കറ്റ് ക്ലോസ് ആവണേ അതിന് മുമ്പ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്തിടാം. ഇനിയിപ്പം മാർക്കറ്റ് പിറ്റത്തെ ദിവസം ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്പ്രെഡ് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. ഗ്യാപ്പ് അപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവില്ല മിക്കവാറും, അതവിടെ അപ്പൊ തന്നെ പെൻഡിങ് ആയി തന്നെ കിടക്കുന്ന. പെൻഡിങ് ആയി കിടക്കും. ഗ്യാപ്പ് അപ്പ് ആകുമ്പോൾ എങ്ങനെ നമുക്കൊരു ലിമിറ്റ് ഓർഡർ ഇടാൻ പറ്റും? പറ്റൂലല്ലോ. ഏഹ് ഗ്യാപ്പ് അപ്പ് ആകുമ്പോൾ ലിമിറ്റ് ഓർഡർ ഇടാൻ കഴിയുമോ ബൈ ആണെന്നുണ്ടെങ്കിൽ? അല്ല, ഞാൻ ചോദിച്ചത് ചിലപ്പോ ഒരു പയ്യാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലിമിറ്റ് വെച്ച് നമ്മളൊരു ഓർഡർ അവിടെ പ്ലേസ് സ്റ്റോപ്പ് ചെയ്യുന്നു. ലിമിറ്റ് വെച്ച് പ്ലേസ് ചെയ്യാം, പക്ഷെ ഉം. അത് ആ ഒരു ബ്രോക്കറിന്റെ സ്പ്രെഡ് പോലെ ഇരിക്കും. ആ നമ്മൾ ഏത് ഓർഡർ അപ്പൊ ബ്രോക്കർ, നമുക്ക് ബിക്കോസ് പല ദിവസം മോസ്റ്റ് ഓഫ് ദ ടൈം അത് എക്സിക്യൂട്ട് ആവാറില്ല. ഇല്ല, മാർക്കറ്റ് ക്ലോസ് ആവുമ്പോൾ പെൻഡിങ് കാരണം ഓർഡേഴ്സ് മാർക്കറ്റ് ഓട്ടോമാറ്റിക് ഒന്നാമത് ക്ലോസ് താഴേക്ക് ഇറങ്ങി ആവൂല. വന്നാൽ മാത്രം ഒന്ന് സ്റ്റോപ്പ് വീണ്ടും ലിമിറ്റിന് ഇവിടേക്ക് അടിയിൽ വരുമ്പോൾ മാത്രമേ ലിമിറ്റ്. മിക്കവാറും ആ ഒരു ഓർഡർ പ്ലേസ് ആവുള്ളൂ ബ്രോ. ഞാൻ ചോദിച്ചതല്ല, സ്റ്റോപ്പ് ലിമിറ്റ് ടച്ച് ചെയ്ത് പിന്നെ തിരിച്ച് ലിമിറ്റിലേക്ക് വന്നെങ്കിൽ മാത്രമല്ലേ ഓർഡർ ഇതാവുള്ളൂ, എക്സിക്യൂട്ട് ആവുള്ളൂ. മനസ്സിലായില്ലോ ബ്രോ? നമ്മൾ ആ ഗ്യാപ്പ് ഒരു നമ്മളൊരു സ്റ്റോപ്പ് ഓർഡർ ഇട്ട് വെച്ചു അല്ലെ, ആ സ്റ്റോപ്പ് ഓർഡർ മോസ്റ്റ് ഓഫ് ദ ടൈം എക്സിക്യൂട്ട് ആവാറില്ല. കാരണം ആ ഒരു മാർക്കറ്റിന്റെ ബൈങ് പ്രഷറും ഉണ്ട്. ഓക്കെ, ആ ഒരു സ്പ്രെഡ് കാരണം പിന്നെയും തിരിച്ച് താഴേക്ക് ഇറങ്ങി വീണ്ടും മുകളിലേക്ക് താഴേക്ക് വരുമ്പോൾ ഇറങ്ങിയെങ്കിൽ മാത്രമേ ആ അതാണ് ഞാൻ ഓർഡർ ചോദിച്ചത്. എക്സിക്യൂട്ട് ആവുള്ളൂ. അതാണ് സ്റ്റോപ്പ് ഓർഡറിന്റെ പ്രത്യേകത. അതാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ വന്നു ഓക്കെ കഴിഞ്ഞു ഓക്കെ കഴിഞ്ഞാൽ ഓക്കെ. മാർക്കറ്റ് ക്ലോസ് ആവുമ്പോൾ പെൻഡിങ് ഓർഡേഴ്സ് ഓട്ടോമാറ്റിക് ക്ലോസ് ആവില്ല. ഫോറക്സിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. മാർക്കറ്റ് ക്ലോസ് ആയാലും പിറ്റത്തെ ദിവസം അത് ഓപ്പൺ ആയി കിടക്കും.
ഓക്കെ. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഏഹ് നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡിങ്സ് ഒന്നും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. എന്നിട്ടും ഡൗട്ട്സ് വരികയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് ചോദിക്കാം, മെൻഷൻ ചെയ്ത് ചോദിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ ഇന്നത്തെ ദിവസം? ഞാൻ ചോദിച്ചത് സെന്റിമെന്റ്സിന്റെ കാര്യം മാത്രമാണ്. ആ അതുപോലെ ഓക്കെ. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, മാർക്കറ്റ് സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞാണ് മാർക്കറ്റ് പറയുന്നത്. സെന്റിമെന്റ്സ് ഉണ്ട്. അത് ഓപ്പൺ അതിന്റെ അല്ലേ എന്തോ ഓപ്പൺ എന്തോ അങ്ങനെ എന്തോ ഒരു സംഭവം അല്ലേ? ഓപ്ഷൻ ട്രേഡിങ്. ആ അതെ, ഓപ്ഷൻ ട്രേഡിങ്. പക്ഷേ ഓപ്ഷൻ ട്രേഡിങ് ഇവിടെ നമ്മൾ അത് ചൂസ് ചെയ്യില്ല ബ്രോ. ഇവിടെ നമ്മൾ അത് നോക്കൂല. നിങ്ങൾ ഉദ്ദേശിക്കണ മറ്റേ എന്താ ഈ ഓപ്പൺ വോളിയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ വിക്സ് എന്നാണ് അത് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഈ ഇന്ത്യ വിക്സ്, കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിലെ ഈ ബയേഴ്സും ആ സെല്ലേഴ്സും പാനിക് ഓപ്പൺ ആവുന്നൊരു. ഇൻട്രസ്റ്റ് ഡാറ്റ ആയിരിക്കും. ഓപ്പൺ ഇൻട്രസ്റ്റ്, യെസ്, ഓപ്പൺ ഇൻട്രസ്റ്റ് അത് തന്നെ. അത് ആക്ച്വലി ഇവിടെ ഇല്ല, DXY അല്ല. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിന്റെ ഇത്. അത് നമ്മളിവിടെ ജസ്റ്റ് ഈ ഫണ്ടമെന്റൽ അനാലിസും ടെക്നിക്കൽ അനാലിസും മാത്രം ആക്ച്വലി നോക്കിയാൽ മതി. അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അതാണോ ഞാൻ ട്രേഡ് അത് എടുക്കാൻ തന്നെയാണോ പറ്റും എന്ന് ബ്രോ. അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്ല ചോദിച്ചത്. ബ്രോ, ഓക്കെ ഓക്കെ. അപ്പോ ക്ലാസ് ഓക്കെ കാരണം ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മള് ഈ ഉം, ഇന്ത്യ വിക്സ് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വോളറ്റൈൽ ആയിട്ട് മാർക്കറ്റ് കാണാറുണ്ട്. അതേപോലത്തെ ഒരു ഇതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ചോദിച്ചത്. ഇന്ത്യൻ മാർക്കറ്റിന് എൻ്റയർലി ഡിഫറെന്റ് ആണ് ഫോറക്സ് മാർക്കറ്റ്. അതിന്റെ ഒരു വർക്കിങ്ങും അതിൽ വരുന്ന ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ഫോറക്സ് മാർക്കറ്റ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫോറക്സിൽ വരുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ലൈക്ക് ഈ ഒരു ഫണ്ടമെന്റൽ അനാലിസും ടെക്നിക്കൽ അനാലിസും വെച്ചിട്ട് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഇന്ത്യൻ മാർക്കറ്റിന്റെ കേസസ് ഇതിലേക്ക് റിലേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കൺഫ്യൂഷൻ അല്ല വരാതിരിക്കാൻ ഞാൻ ഏറ്റവും ബെറ്റർ. അല്ല ഞാൻ ഡൗട്ട് ചോദിച്ചതാണ്. അല്ല ഞാൻ പറഞ്ഞ ലൈക്ക് നമ്മൾ അതിൽ അതേപോലെയാണല്ലോ, അപ്പൊ ഇതിലും അങ്ങനെ ഉണ്ടോ, നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം കോംപ്ലിക്കേഷൻ വരുന്ന അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം മാറ്റി വെക്കുക. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാം. നമ്മളിപ്പോ ഒരു ചാർട്ടിന്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ അത് ഇത് അങ്ങനെയൊന്നും നോക്കണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് ലെവൽസ് മാർക്ക് ചെയ്യാൻ പറ്റണം, സിമ്പിൾ ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ സിമ്പിളസ്റ്റ്, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിനെ അപ്രോച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ഒന്നും കൂടി എളുപ്പമാവും. ഓക്കെ ബ്രോ, ചോദിച്ചത് എനിക്ക് മനസ്സിലായി. ലൈക്ക് ഞാൻ അതിന്റെ ഒരു മൊത്തം കാര്യം പറഞ്ഞാന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. വേറെ ആർക്കും ഡൗട്ട്സ് ഇല്ലാന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് മുതൽ നമ്മൾ ട്രെൻഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ലിക്വിഡിറ്റി ടൈപ്സ് പറയും, പിന്നെ എൻട്രി മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, നമ്പർ നിങ്ങൾ ടൈമിംഗ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇതല്ലായിരിക്കും. അയച്ചാൽ മതി ബ്രോ. കേട്ടില്ല ബ്രോ? അടുത്ത ക്ലാസ് മുതൽ ടൈം ടൈമിങ്സ് രാത്രി ആയിരിക്കും കേട്ടോ. രാത്രി 8 മണി ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. അപ്പോ നിങ്ങളെല്ലാവരും അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, അടുത്ത സെഷനിൽ വേറെ മെൻറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും അടുത്ത സെഷനിൽ ഉണ്ടാവണം. ഓക്കെ ഓക്കെ. ഓക്കെ ബ്രോ. സാറിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ അതെ, ഇനി നെക്സ്റ്റ് വേറെ മെൻറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കും. താങ്ക് യു. ഓക്കെ ബ്രോ, താങ്ക് യു.